പ്രൈസ് ദി ലോർഡ്. ദൈവതിരുനാമം വീണ്ടും വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും നിങ്ങളുടെ മുമ്പിലേക്ക് എളിയവനായ എനിക്കും ദൈവത്തിൻ്റെ വചനവുമായി കടന്നു വരുവാൻ സർവശക്തനായ ദൈവം തന്ന അവസരത്തിനെ ഓർത്ത് നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. പിതൃസുത പരിശുദ്ധ റൂഹായിക്ക് സ്തുതിയും സ്തോത്രവും എല്ലായ്പ്പോഴും ഉണ്ടാകുമാറാകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ദൈവം നിങ്ങളെല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ചില പ്രത്യേക വിഷയങ്ങളുമായി ക്രൈസ്തവരുടെ മധ്യത്തിൽ തെറ്റിദ്ധരിക്കപ്പെട്ട് കിടക്കുന്ന ചില വിഷയങ്ങൾ നിങ്ങളുടെ മുമ്പിൽ ഞാൻ അവതരിപ്പിച്ചു. അനേകരത് ആ വീഡിയോ കാണുവാനും വിവിധങ്ങളായ കമൻറ്റുകൾ എഴുതുവാനും ചിലരൊക്കെ ഫോണിലൂടെ വിളിക്കുവാനൊക്കെ ഇടയായി തീർന്നു. പലർക്കും അതൊരു പുതിയ അറിവായിരുന്നു എന്ന് കേട്ടതിൽ വളരെ സന്തോഷമുണ്ട്. പലരും ഇതിനെ പിന്നീട് ബൈബിളിൽ ചെന്ന് അങ്ങനെ തന്നെയോ എന്ന് ചോദന ചെയ്യുവാനും ഒക്കെ പലർക്കും കഴിഞ്ഞു. അതിനെ ഓർത്ത് ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു, സ്തോത്രം ചെയ്യുന്നു. വീണ്ടും ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്ന ഒരു വിഷയം എന്ന് പറയുന്നത് ക്രൈസ്തവ ലോകത്ത് പൊതുവെ പലർക്കും വെളിപ്പെട്ട് കിട്ടാത്ത ഒരു വിഷയവുമായിട്ടാണ്. ഞാൻ അത്ര പണ്ഡിതനൊന്നുമല്ല, എങ്കിലും എളിയവനായി എനിക്ക് പുസ്തകം വായിക്കുമ്പോൾ ചില വിഷയങ്ങൾ മനസ്സിലാക്കുവാൻ സാധിച്ചു. അതിൻ പ്രകാരം നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരികയാണ്. ഞാൻ ഇന്ന് സംസാരിക്കുന്ന വിഷയം പ്രത്യേകിച്ച് ആകാശം, ഭൂമി, സൂര്യൻ, ചന്ദ്രൻ, നക്ഷത്രങ്ങൾ എന്ന വിഷയങ്ങളെക്കുറിച്ചാണ്. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ യെശയ്യാവ് 13 സംസാരിച്ചിരുന്നു. 2 പത്രോസ് 3 അധ്യായം അതിന്റെ 4 മുതൽ 10 വരെയുള്ള വാക്യങ്ങളെ എടുത്ത് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചിരുന്നു. വീണ്ടും മത്തായിയുടെ സുവിശേഷം കർത്താവിന്റെ വായിൽ നിന്ന് തന്നെ വീണ ഒരു ദൈവവചനവുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരുന്നത്. ആ വചനം ഞാൻ നിങ്ങൾ ഒന്ന് വായിക്കാം. ആ വചനത്തെ നമുക്കൊന്ന് ധ്യാനിക്കാം. നമുക്ക് മത്തായിയുടെ സുവിശേഷം 5 അധ്യായം യേശു കർത്താവ് ഗിരിപ്രഭാഷണത്തിൽ പറയുന്ന ഒരു പ്രത്യേക വാക്യമാണ് ഞാൻ വായിക്കുന്നത്. അതിന്റെ 17-ാമത്തെ വാക്യവും 18-ാമത്തെ വാക്യവും 18-ാമത്തെ വാക്യം നമുക്ക് ആദ്യം വായിക്കാം. ഞാൻ നിങ്ങളോട് പറയുന്നു, ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകും വരെ സകലതും നിവർത്തിയാകുവോളം ന്യായപ്രമാണത്തിൽ നിന്ന് ഒരു വള്ളിയെങ്കിലും പുള്ളിയെങ്കിലും ഒരു നാളും ഒഴിഞ്ഞു പോകുകയില്ല. അതിനു മുമ്പ് 17-ാമത്തെ വാക്യം കൂടി നമുക്ക് വായിക്കാം. ഞാൻ ന്യായപ്രമാണത്തെയോ പ്രവാചകന്മാരെയോ നീക്കേണ്ടതിന് വന്നു എന്ന് നിരൂപിക്കരുത്, നീക്കുവാനല്ല നിവർത്തിപ്പാൻ അത്രേ ഞാൻ വന്നത്. അപ്പൊ യേശുക്രിസ്തുവിന്റെ ദൗത്യം വളരെ കൃത്യമായി ആ 17-ാം വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്. ന്യായപ്രമാണത്തെയോ പ്രവാചകന്മാരെയോ നീക്കേണ്ടതിന് വന്നു എന്ന് നിങ്ങൾ നിരൂപിക്കരുത്, നീക്കുവാനല്ല നിവർത്തിപ്പാൻ അത്രേ ഞാൻ വന്നത്. സത്യമായിട്ട് ഞാൻ നിങ്ങളോട് പറയുന്നു, ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകും വരെ സകലതും നിവർത്തിയാകുവോളം ന്യായപ്രമാണത്തിൽ നിന്ന് ഒരു വള്ളിയെങ്കിലും പുള്ളിയെങ്കിലും ഒരു നാളും ഒഴിഞ്ഞു പോകുകയില്ല. ഇന്ന് പകലിലും ക്ലബ് ഹൗസിൽ നിന്നൊരു ചർച്ച നടന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ ക്ലബ് ഹൗസിൽ കത്തോലിക്ക വിഭാഗത്തിന്റെ ഒരു പ്രശസ്തനായ ഒരു അച്ഛൻ വന്ന് പഴയ നിയമത്തിലെ ഇരുണ്ട കാലഘട്ടങ്ങളെ പറ്റി സംസാരിക്കാനായിട്ട് ഡിസ്കഷൻ ലോഞ്ച് എന്ന് പറയുന്ന ഒരു കത്തോലിക്ക ഗ്രൂപ്പുണ്ട്. അവര് ആ അച്ഛനെ ക്ഷണിച്ചു വരുത്തുകയും അന്ന് ആ റൂമിൽ പങ്കെടുത്തവരെല്ലാം പല സംശയങ്ങളും പ്രിയപ്പെട്ട അച്ഛനോട് ചോദിക്കുകയും അതേപ്പറ്റി തുടർമാന ചർച്ചകൾ ഇന്ന് പകലിൽ ക്ലബ് ഹൗസിൽ നടക്കുമ്പോൾ ഈ വാക്യം എടുത്തുകൊണ്ട് പലരും സംസാരിക്കാൻ ഇടയായി. പല കത്തോലിക്ക വിഭാഗത്തിൽപ്പെട്ട ചില ചെറുപ്പക്കാരൊക്കെ ഇതിനെപ്പറ്റി പറയാൻ, ന്യായപ്രമാണം 318 അല്ലെങ്കിൽ 613 കൽപ്പനകളും ന്യായപ്രമാണം ഇന്ന് ഭൂമിയിലുണ്ട്, അതൊന്നും നീങ്ങി മാറിയിട്ടില്ല. പ്രത്യേകിച്ച് 10 കൽപ്പനകൾ ഭൂമിയിലുണ്ട്, അതൊന്നും നീങ്ങി മാറിയില്ല എന്ന് പറയുന്ന ഒരു സംസാരം കേൾക്കുവാനിടയായി തീർന്നു. അവിടെ കൃത്യമായി
കർത്താവിശ്വസിയെ പറയുന്നു, ഞാൻ ന്യായപ്രമാണത്തെയോ പ്രവാചകന്മാരെയോ നീക്കേണ്ടതിന് വന്നു എന്ന് നിങ്ങൾ നിരൂപിക്കരുത്, നീക്കുവാനല്ല നിവർത്തിപ്പാൻ അത്രേ ഞാൻ വന്നത്. സത്യമായിട്ട് ഞാൻ നിങ്ങളോട് പറയുന്നു, ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകും വരെ. ഈ വിഷയമാണ്, ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകുമോ എന്നൊരു വിഷയമാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. ആ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ദൈവത്തിന്റെ വചനത്തിൽ എന്താണ് എഴുതിയിരിക്കുന്നതെന്ന് നമുക്ക് ശ്രദ്ധിക്കാം. എന്നെ കേൾക്കുന്നവര് സാധിക്കുമെങ്കിൽ ഇത് ഒന്ന് ഷെയർ ചെയ്താൽ വളരെ ഉപകാരമായിരുന്നു. അനേകരുടെ കണ്ണുകളെ തുറക്കുവാൻ ദൈവത്തിന്റെ ആത്മാവ് അവരെ സഹായിക്കും. ഞാൻ അപേക്ഷിക്കുന്നില്ല. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ, ഇത് നിങ്ങൾക്ക് യുക്തി എന്ന് തോന്നുന്നുവെങ്കിൽ നിങ്ങളത് ചെയ്യുക. അനേകരോട് അത് പറയുവാനുള്ള സാവകാശം ഉണ്ടാകട്ടെ. ആകാശം, ഭൂമി, സൂര്യൻ, ചന്ദ്രൻ, നക്ഷത്രങ്ങൾ. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 1-ൽ നാം വായിക്കുന്നുണ്ട്, ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു അല്ലെങ്കിൽ നിർമ്മിച്ചു. ഇന്ന് നാം കാണുന്ന ആകാശവും ഭൂമിയും തന്നെയാണെന്ന് നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. അതിന് ഇന്ന് വരെ ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല. അതിൻ്റെതായ ഭ്രമണപഥത്തിൽ ഇന്നും സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു. ആ സൃഷ്ടിപ്പിന്റെ നാൾ മുതൽ ഇന്ന് വരെ എങ്ങും മാറിയതായി നമുക്ക് അനുഭവപ്പെട്ടിട്ടില്ല. ആകാശം ഭൂമിയും അതുപോലെ തന്നെ ഇന്നും നമ്മൾ കാണുന്നത് പോലെ തന്നെ ദൈവം എങ്ങനെ സൃഷ്ടിച്ചോ അതുപോലെ തന്നെ ആകാശവും ഭൂമിയും ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൽ കാണുന്നത് പോലെ ഉണ്ട്. എന്നാൽ ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 15-ഉം 16-ഉം വാക്യങ്ങളിൽ ഭൂമിയെ പ്രകാശിപ്പാൻ ദൈവം ആകാശത്തിൽ സൂര്യനെയും ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും സൃഷ്ടിച്ചു. ആ പറഞ്ഞ കാര്യങ്ങൾ അക്ഷരികമായി അവിടെ തന്നെ ഉണ്ട്. അതിനൊന്നും മാറ്റം സംഭവിച്ചിട്ടില്ല. ആകാശത്തിലെ നക്ഷത്രങ്ങൾ അവിടെ തന്നെയുണ്ട്, സൂര്യൻ അവിടെ തന്നെയുണ്ട്, ചന്ദ്രൻ അവിടെ തന്നെ ഉണ്ട്. അതിൻ്റെതായ ഭ്രമണപഥങ്ങളിലെല്ലാം കൃത്യമായി അത് വലയം ചെയ്യുന്നുണ്ട്. നമുക്ക് പകൽ വാഴുവാൻ സൂര്യനെയും രാത്രി വാഴുവാൻ ചന്ദ്രനെയും ഒക്കെ നമുക്ക് ദൈവം ദാനമായി നൽകി. ആ ദൈവത്തെ ഓർത്ത് നമുക്ക് ഒരിക്കൽ കൂടി ദൈവത്തെ സ്തുതിക്കാം. നാം ഇന്ന് ജീവന്റെ ഉറവിടം പോലും, ജീവന്റെ നിലനിൽപ്പ് പോലും ഇത് ഭൂമിയിൽ ഉള്ളത് കൊണ്ടാണ്, അല്ലെങ്കിൽ ഈ ആകാശഗംഗ എന്ന ഗാലക്സിയിൽ ഉള്ളത് കൊണ്ട് തന്നെയാണ്. അതിനൊരു മാറ്റവും സംഭവിച്ചിട്ടില്ല. ഈ ഭൂമിയിൽ തന്നെയാണ് നാം ഇന്ന് വസിക്കുന്നതും. ഒരു മാറ്റവും നാളിതുവരെ സംഭവിച്ചിട്ടില്ല എന്നുള്ള കാര്യം നമുക്ക് വ്യക്തമാണ്. ഒരു തലമുറ ശലോമൻ ജ്ഞാനികളുടെ ജ്ഞാനിയായ ശലോമൻ തന്റെ സഭാപ്രസംഗിയുടെ പുസ്തകം 1-ാം അധ്യായം 4-ാം വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്, ഒരു തലമുറ പോകുന്നു, മറ്റൊരു തലമുറ വരുന്നു, ഭൂമി എന്നേക്കും നിലനിൽക്കുമെന്നാണ് സഭാപ്രസംഗി 1-4 നമുക്ക് കാണുവാൻ പറ്റുന്നത്. അപ്പം എന്നേക്കും നിലനിൽക്കുന്ന ഒരു ഭൂമിയെ പറ്റിയാണ് ശലോമോൻ എഴുതി വച്ചിരിക്കുന്നത് സഭാപ്രസംഗിയുടെ പുസ്തകത്തിൽ. ദൈവം ആകാശവിധാനത്തിൽ ഉണ്ടാക്കിയ സൂര്യനിൽ നിന്നും നക്ഷത്രങ്ങളിൽ നിന്നും ചന്ദ്രനിൽ നമുക്ക് ഇരുളും വെളിച്ചവും ലഭിക്കുന്നുവെന്ന് ഞാൻ പറഞ്ഞു തരാതെ ഒരു 1-ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുഞ്ഞിനോട് പറഞ്ഞാൽ പോലും അവർക്കത് മനസ്സിലാകും. സൂര്യൻ, ചന്ദ്രൻ, നക്ഷത്രങ്ങൾ എന്നീ പദങ്ങൾ ബൈബിളിൽ വേറെ എന്തെങ്കിലും വിഷയവുമായിട്ട് കണക്ട് ചെയ്ത് ബൈബിളിൽ പറഞ്ഞിട്ടുണ്ടോ എന്ന് നമുക്ക് പരിശോധിക്കാം. എന്നാൽ ഈ ഭൂമി മാറി, ചന്ദ്രൻ മാറി, സൂര്യൻ മാറി എന്നൊക്കെ പറയുന്ന ആളുകളോട് ഞാൻ ചോദ്യങ്ങൾ ചോദിച്ചപ്പോൾ അവര് ഈ പറയുന്നവർക്ക് വ്യക്തമായ ഒരു ഉത്തരമില്ലെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. 3 വിഷയത്തോട് ബന്ധപ്പെട്ട് ആകാശം, ഭൂമി, നക്ഷത്രങ്ങൾ എന്നീ പദങ്ങൾ തരംതിരിച്ച് ഉപയോഗിച്ചിട്ടുണ്ടെന്ന് വ്യക്തമായി നമുക്ക് ബൈബിളിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. ഒന്ന്, ഉൽപ്പത്തി 1-1 ഭൗതികമായ ആകാശത്തിൽ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്, മാറ്റങ്ങളൊന്നും തന്നെയില്ല. 2, സമൂഹത്തെക്കുറിച്ച് പറയുന്നുണ്ട്, ആധിപത്യത്തെപ്പറ്റി സൂചിപ്പിക്കുന്നുണ്ട്. ആവർത്തനം 32-1 നമുക്ക് ഒന്ന് വായിക്കാം. ആവർത്തന പുസ്തകം 32-ാം അധ്യായം അതിന്റെ 1-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. പുറപ്പാട്, ലേവ്യ, സംഖ്യ, ആവർത്തന പുസ്തകം 32-1 ഞാൻ വായിക്കാം. ഞാൻ ആ ദൈവവചനം എടുത്ത് വായിച്ചു തന്നെയാണ് പോകുന്നത്. നിങ്ങളത് കൃത്യമായി മനസ്സിലാക്കുകയാണ്. എന്താണ് ആകാശം, ഭൂമി, സൂര്യൻ, ചന്ദ്രൻ, നക്ഷത്രങ്ങൾ എന്ന് ബൈബിളിൽ പറഞ്ഞിരിക്കുന്നതിനെ പറ്റി നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കുക. നമ്മുടെ ക്രൈസ്തവ ലോകത്ത് വളരെ തെറ്റിദ്ധരിക്കപ്പെട്ട് കിടക്കുന്ന ഒരു കാര്യമാണ് ഈ ആകാശം, ഭൂമി, സൂര്യൻ, ചന്ദ്രൻ, നക്ഷത്രങ്ങൾ എന്ന പദങ്ങൾ. ഞാൻ ബൈബിളിൽ നിന്ന് വായിക്കുകയാണ്. ആവർത്തനം 32-1 ആകാശമേ ചെവി തരുക, ഞാൻ സംസാരിക്കും. ഭൂമി എന്റെ വായിൻ വാക്കുകളെ കേൾക്കട്ടെ.
മഴ പോലെ എന്റെ ഉപദേശം പൊഴിയും, എന്റെ വചനം മഞ്ഞ് പോലെയും ഇളംപുല്ലിന്മേൽ പൊടിമഴ പോലെയും സസ്യത്തിന്മേൽ മാരി പോലെയും ചൊരിയും. അപ്പം അവിടെ മോശ തന്റെ ജനത്തോട് പറയുന്ന ഒരു കാര്യമാണ്. അപ്പം ആവർത്തനം 32:1 കേൾക്കാൻ കഴിയുന്ന, ചെവി ചായ്ച്ച് കേൾക്കാൻ പറ്റുന്ന ഒരു ആകാശത്തെയും വായിൻ വാക്കുകളെ കേൾക്കാൻ പറ്റുന്ന ഒരു ഭൂമിയെ പറ്റി അവിടെ പറയുന്നുണ്ട്. അപ്പൊ അങ്ങനെ അതിന്റെ ആവർത്തനം 31:30 വാക്യത്തിൽ ആരോടാ സംസാരിക്കുന്നത് വ്യക്തമായി അവിടെ എഴുതിയിട്ടുണ്ട്. അങ്ങനെ മോശ ഇസ്രായേലിന്റെ സർവ്വസഭയും ഈ പാട്ടിന്റെ വചനങ്ങളൊക്കെ ചൊല്ലിക്കേൾപ്പിച്ചെന്ന് പറഞ്ഞാണ്. അതൊരു പാട്ടിന്റെ കവിതാ രൂപത്തിൽ മോശ ഇസ്രായേൽ സമൂഹത്തോടാണ് വിളിച്ചു പറയുന്നത്. അപ്പൊ അവിടെ പറയുന്ന ആകാശവും ഭൂമി എന്ന് പറയുന്നത് ആരാണെന്ന് നിങ്ങൾക്ക് കേൾപ്പാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ, മനസ്സിലാക്കേണ്ടവർ മനസ്സിലാക്കട്ടെ. അവിടെ പറഞ്ഞിരിക്കുന്ന ആകാശവും ഭൂമി എന്ന് പറയുന്നത് ഇസ്രായേലിന്റെ സർവ്വസഭയെ കുറിച്ചാണ്, അല്ലെങ്കിൽ ഇസ്രായേലിനോടാണ് എന്ന് കൃത്യമായി ബൈബിളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ ഉൽപ്പത്തിയിൽ 1:1 ദൈവം സൃഷ്ടിച്ച ആകാശത്തോടും ഭൂമിയോടുമാണോ പറഞ്ഞിരിക്കുന്നതല്ല. അപ്പൊ ഏതിനെ കുറിച്ചാണ് അവിടെ ഭൂമിച്ചിരിക്കുന്നത്? ഇസ്രായേലിന്റെ സർവ്വസഭയെയും ഉദ്ദേശിച്ചാണ് മോശ അവിടെ ആ കവിത പാടിയിരിക്കുന്നത്, ആ പാട്ട് പാടിയിരിക്കുന്നത്. ഞാൻ ആ കവിത ഒന്നും കൂടെ ആവർത്തനം ഞാൻ 30 മുതൽ വായിക്കാം. 31:30 മുതൽ വായിച്ചു. അങ്ങനെ മോശ ഇസ്രായേലിന്റെ സർവ്വസഭയും ഈ പാട്ടിന്റെ വചനങ്ങളൊക്കെയും ചൊല്ലിക്കേൾപ്പിച്ചു. ആകാശമേ ചെവി തരിക, ഞാൻ സംസാരിക്കും, ഭൂമി എന്റെ വായിൻ വാക്കുകളെ കേൾക്കട്ടെ. അപ്പൊ അവിടെ പറഞ്ഞിരിക്കുന്ന ആരോടാണ്? മോശ ഇസ്രായേലിന്റെ സർവ്വസഭയോടും ആണ് ആവർത്തനം 32:1 പറഞ്ഞിരിക്കുന്ന ആകാശമെന്നും ഭൂമി എന്നും പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അവിടെ കൃത്യമാണ്. അപ്പം 31:1 15 16 പറഞ്ഞിരിക്കുന്ന ആകാശത്തെയോ ഭൂമിയോ സൂര്യനെയോ ചന്ദ്രനെയോ നക്ഷത്രങ്ങളെ കുറിച്ചല്ല അവിടെ പ്രതിപാദിക്കുന്നത്. അതുപോലെ തന്നെ യെശയ്യാവിന്റെ പ്രവചനം 1-ാം അധ്യായം 2-ാം വാക്യം ഞാൻ എടുത്ത വാക്യങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വെച്ചാണെന്ന് സംസാരിക്കുന്നത്. ക്രൈസ്തവ ലോകത്ത് തെറ്റിദ്ധരിക്കപ്പെട്ട് കിടക്കുന്ന ആ വിഷയത്തിന് ഇന്നൊരു തീർപ്പ് കൽപ്പിക്കണം. കാരണം പല ദൈവദാസന്മാരും ദൈവമക്കളും മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് ആകാശം ഭൂമിയും എന്ന് കേട്ടാൽ ഉടനെ ദൈവം ആദിയിൽ സൃഷ്ടിച്ച ആകാശം ഭൂമിയാണെന്ന് തെറ്റിദ്ധരിക്കപ്പെട്ട് കിടപ്പുണ്ട്. അതിന്റെ കടയ്ക്കൽ ഇന്ന് നമ്മള് അങ്ങനെയല്ല, ഞാൻ എപ്പോഴും ആ വാക്ക് ഉപയോഗിക്കുന്നില്ല, അങ്ങനെയല്ല എന്ന് കാര്യങ്ങളെ മനസ്സിലാക്കുവാൻ നിങ്ങളിൽ ഒരു പ്രാപ്തി ഉണ്ടാകട്ടെ എന്ന് മാത്രമാണ് ഞാൻ ഇന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നത്. യെശയ്യാ പ്രവചനം 1-ാം അധ്യായം 1-ാം വാക്യം ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെക്കുകയാണ്. യെശയ്യാ 1:1 ഞാൻ വായിക്കുകയാണ്. അവിടെ എഴുതിയിരിക്കുന്നത് എങ്ങനെയാണ്? ആകാശമേ കേൾക്കാം, ഭൂമി ഞാൻ വായിക്കാം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം. ആമോസിന്റെ മകനായ യെശയ്യാവ് യഹൂദ രാജാക്കന്മാരായ ഉസിയാവ്, യോഥാം, ആഹാസ്, യെഹിസ്കീയാവ് എന്നിവരുടെ കാലത്ത് യഹൂദയെയും യെരൂശലേമിനെയും പറ്റി ദർശിച്ച ദർശനം. ആരെ പറ്റി ദർശിച്ച ദർശനമാണ്? യഹൂദയെയും യെരൂശലേമിനെയും പറ്റി ദർശിച്ച ദർശനം. ആകാശമേ കേൾക്ക, ഭൂമിയെ ചെവി തരുക, യഹോവ അരുളിച്ചെയ്യുന്നു, ഞാൻ മക്കളെ പോറ്റി വളർത്തി, അവർ എന്നോട് മത്സരിച്ചിരിക്കുന്നു. അപ്പം കേൾക്കാൻ കഴിയുന്ന ഒരു ആകാശത്തെയും, അല്ലെങ്കിൽ ആകാശമേ കേൾക്കാൻ പറ്റുന്ന ഒരു ആകാശത്തെയും ചെവി ചായ്ച്ച് കേൾക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ ചെവി ചായ്ച്ച് ശ്രദ്ധിക്കാൻ പറ്റുന്ന ഒരു ഭൂമിയെയും കുറിച്ച് അവിടെ പറയുന്നുണ്ട്. ഇത് ആരെ കുറിച്ചാണ് പറയുന്നതെന്ന് മുകളിൽ തന്നെ പറഞ്ഞിരിക്കുന്നത് യെരൂശലേമിനെയും യഹൂദയെയും കുറിച്ച് ദർശിച്ച ദർശനമാണ്. അതായത് യെരൂശലേമിൽ പാർക്കുന്ന സമൂഹത്തോടും യഹൂദയിൽ പാർക്കുന്ന സമൂഹത്തെയുമാണ് അവിടെ വിളിച്ചിരിക്കുന്നത്. ആകാശമേ കേൾക്ക, ഭൂമിയെ ചെവി തരുക എന്ന് പറഞ്ഞിരിക്കുന്നത്. അല്ലാതെ ഇന്ന് നാം കാണുന്ന ആകാശത്തെയും ഭൂമിയെയും ഒന്നും കുറിച്ചല്ലെന്ന് വ്യക്തമായി ദൈവവചനത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പം ഞാൻ പറഞ്ഞല്ലോ, ദൈവവചനത്തിൽ ആകാശം, ഭൂമി, സൂര്യൻ, ചന്ദ്രൻ, നക്ഷത്രങ്ങൾ എന്നീ ഉപയോഗിച്ചിരിക്കുന്ന പദങ്ങൾ പലപ്പോഴും പല രീതിയിലും, കാരണം പല കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തി, ഒരു സമൂഹവുമായിട്ട് ബന്ധപ്പെട്ടും അതോടൊപ്പം തന്നെ ഒരു ആശയവുമായിട്ട് ബന്ധപ്പെട്ടും അല്ലെങ്കിൽ ഒരു ആധിപത്യവുമായിട്ട് ബന്ധപ്പെട്ടും എന്ന് എഴുതിയിട്ടുണ്ടെന്ന്, അതിന് നാനാ അർത്ഥമുണ്ടെന്ന കാര്യം ആദ്യം മനസ്സിലാക്കുക. അതുപോലെ തന്നെ യെശയ്യാവ് 13:13
യെശയ്യാവ് 65:17 ഇതാ ഞാൻ പുതിയ ആകാശം പുതിയ ഭൂമി സൃഷ്ടിക്കുന്നെന്ന് യെശയ്യാവ് 65:17 പറയുന്നു. ഈ ഒരു അണ്ടർസ്റ്റാൻഡിങ്, കാരണം ഇന്ന് കാണുന്ന ഭൂമിയെയും ഭൂമണ്ഡലത്തെയും ആകാശത്തെയും എല്ലാം തീക്കാട്ട് വെച്ചിരിക്കുന്നു. അതെല്ലാം നശിച്ചിട്ട് വേറൊന്നു ഭൂമിയിൽ ദൈവം സൃഷ്ടിക്കുമെന്നുള്ളൊരു പഠനമുണ്ട്. അതുകൊണ്ട് യെശയ്യാവ് 65:17 തന്നെ പറയുന്നുണ്ട്, ഇതാ ഞാൻ പുതിയ ആകാശവും പുതിയ ഭൂമി സൃഷ്ടിക്കും. യെശയ്യാവ് 13:13 നമ്മളെടുത്ത് കഴിഞ്ഞ ദിവസം സംസാരിച്ചതാണ്. വീണ്ടും ഞാൻ ആ വിഷയത്തെ എടുത്ത് സംസാരിക്കാൻ താല്പര്യപ്പെടുന്നില്ല. എന്റെ ആ ലൈവിനകത്ത് നിങ്ങൾ കേട്ടാൽ നിങ്ങൾക്കത് മനസ്സിലാകും. ഞാൻ യെശയ്യാവ് 13-ാം അധ്യായം ഒന്നും കൂടെ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഞാൻ വന്നിട്ട് മടങ്ങി വരുന്നതായിരിക്കും. ഒന്നും കൂടെ വായിക്കാം. അത് യെശയ്യാവ് 13:13. അങ്ങനെ ഞാൻ ആകാശത്തെ നടുങ്ങുമാറാക്കും, സൈന്യങ്ങളുടെ യഹോവയുടെ ക്രോധത്തിലും അവന്റെ ഉഗ്രകോപത്തിന്റെ നാളിലും ഭൂമി അതിന്റെ സ്ഥാനത്ത് നിന്ന് ഇളകിപ്പോകും. അതായത് അങ്ങനെ ഞാൻ ആകാശത്തെ നടുങ്ങുമാറാക്കും, സൈന്യങ്ങളുടെ യഹോവയുടെ ക്രോധത്തിൽ, റാത്ത് ഓഫ് ഗോഡ് അല്ലെങ്കിൽ ഗോഡ്സ് വെഞ്ചൻസ് എന്ന് നമുക്കതിനെ പറയും, യഹോവയുടെ നാള് അല്ലെങ്കിൽ അങ്ങനെ ഞാൻ ആകാശത്തെ നടുങ്ങുമാറാക്കും, സൈന്യങ്ങളുടെ യഹോവയുടെ ക്രോധത്തിലും. അത് ദൈവം ഇങ്ങനെ കോപിച്ച് കൊല്ലുന്ന തിന്നുന്ന ഒരു ദൈവമാ, അങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. സൈന്യങ്ങളുടെ യഹോവയുടെ ക്രോധത്തിലും അവന്റെ ഉഗ്രകോപത്തിന്റെ നാളിലും ഭൂമി അതിന്റെ സ്ഥാനത്ത് നിന്ന് ഇളകിപ്പോകും. അവിടെ വന്നത് ആരാണെന്ന് ഞാൻ ഇന്നാളെ പറഞ്ഞിരിക്കുന്നത്. ഞാൻ മേദിരെ അവർക്ക് വിരോധമായി ഉണർത്തും, അവർ വെള്ളിയെ കാര്യമാക്കുകയല്ല, പൊന്നിൽ അവർക്ക് താല്പര്യവുമില്ല. ഇവിടെ വന്നിരിക്കുന്നത് അവിടെ ഇസ്രായേൽ അല്ലെങ്കിൽ ഇസ്രായേൽ സമൂഹത്തെ ബാബേൽ രാജാക്കന്മാർ അടിമത്തത്തിൽ വെച്ചിരുന്ന് ഊഴവേല ചെയ്യിപ്പിച്ച് അവർ പ്രവാസത്തിലായിരിക്കുമ്പോൾ അവരുടെ രാജ്യത്തിന്റെ അവരുടെ ആധിപത്യത്തിൽ വന്ന് അവരുടെ മേദ്യപേർഷ്യ സാമ്രാജ്യം വന്ന് അവരെ കീഴടക്കി അവരെ സ്വാതന്ത്ര്യപ്പെടുത്തുമ്പോൾ എഴുതിയിരിക്കുന്ന ഒരു ഭാഗമാണ് യെശയ്യാവ് 13 എന്ന് ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും പറഞ്ഞു. ഇനി ഞാൻ അതിന് വീണ്ടും ആവർത്തിക്കുന്നില്ല, ആവർത്തന വിരസതയുണ്ടാവും. അതുകൊണ്ട് ഈ സംഭവം ഞാൻ ദേശത്തെ ശൂന്യമാക്കുകയും പാപികൾ അതിൽ മുടിച്ചു കളവാൻ യഹോവയുടെ ദിവസം ക്രൂരമായിട്ട് ക്രോധത്തോടും അതികോപത്തോടും കൂടെ വരുന്നു. ആകാശത്തിലെ നക്ഷത്രങ്ങളും നക്ഷത്രരാശികളെ പ്രകാശം ധരിക്കല, സൂര്യന്റെ ഉദയത്തെങ്കിൽ തന്നെ ഇരുണ്ടുപോകും, ചന്ദ്രൻ പ്രകാശം നൽകില്ല. ഞാൻ ഭൂതലത്തെ ദോഷ നിമിത്തവും ദുഷ്ടന്മാരുടെ അവരുടെ അകൃത്യ നിമിത്തം സന്ദർശിക്കും. എന്നിട്ട് 13-ാമത്തിലേക്ക് വരുമ്പോൾ ആകാശത്തെ നടുങ്ങുമാറാക്കും, ഭൂമി അതിന്റെ സ്വസ്ഥാനത്ത് നിന്ന് നീങ്ങിമാറും, വിളകിപ്പോകും. അപ്പം ബാബേൽ രാജാക്കന്മാരെ മേദ്യപേർഷ്യ രാജാവ് വന്ന് നശിപ്പിക്കുമ്പോൾ, അവരുടെ സാമ്രാജ്യത്തിന്റെ അവസാന കാലഘട്ടത്തിൽ നശിപ്പിക്കുമ്പോൾ, അത് BC 538-39 കാലഘട്ടത്തിൽ നടന്ന സംഭവമാണെന്ന് ഞാൻ ദാനിയേൽ 5:30-31 വാക്യങ്ങളിൽ വെച്ച് വ്യക്തമായി നമ്മുടെ മുമ്പിൽ തെളിവ് കിടക്കുകയാണ്. അപ്പൊ അന്ന് ആകാശം ഇളകിപ്പോയെങ്കിൽ, ഭൂമി നടുങ്ങുമാറായി പോയെങ്കിൽ, പ്രാപഞ്ചിക ദുരിതങ്ങളൊക്കെ കോസ്മിക് അട്രോസിറ്റിയൊക്കെ നടന്നെങ്കിൽ കൃത്യമായി നമ്മൾ മനസ്സിലാക്കുക, ഇന്ന് ഭൂമിയും ഭൂമണ്ഡലം പോലും കാണത്തില്ലെന്നുള്ള കാര്യം മനസ്സിലാക്കുക. അപ്പൊ ഞാനിവിടെ പറഞ്ഞത് എന്താണ്? ആകാശം, ഭൂമി, സൂര്യൻ, ചന്ദ്രൻ, നക്ഷത്രങ്ങൾ എന്നീ പദങ്ങളെ കുറിച്ചാണ് നമ്മളിവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. എന്റെ വിഷയം ഇതാണ്. യെശയ്യാവ് 65:17 മുമ്പിലത്തേവ ആരും ഇനി ഓർക്കുകയില്ല, ആരുടെയും മനസ്സിൽ വരികയില്ലെന്ന് പറഞ്ഞു. ഏതാണ്? പഴയ ആകാശം, അതായത് പഴയ യെരുശലേം. പഴയ ആകാശം എന്ന് പറഞ്ഞത് പഴയ യെരുശലേം. അപ്പം പഴയ ആകാശവും ഭൂമി ഒഴിഞ്ഞു പോകും, പുതിയതുണ്ടാകും. ഇത് പുതിയ യെരുശലേമിന് വേണ്ടി കാത്തിരിക്കുക. സ്വർഗത്തിൽ നിന്ന് ഒരു യെരുശലേം ഇറങ്ങി വരും. ആ യെരുശലേമിന് വേണ്ടി കാത്തിരിക്കുന്ന സമൂഹത്തോട് എനിക്ക് പറയാനുള്ളത്, ആ ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുക. ഇത് എന്ന് നടക്കേണ്ട സംഭവമാണ്. AD 30 മുതൽ 70 വരെയുള്ള കാലഘട്ടത്തിൽ യഹൂദ മതത്തിൽ കീഴിൽ കിടന്ന ജനഗതികളെ ട്രാൻസ്ഫർ ചെയ്ത് അവരുടെ മനോഭാവം മാറിയിട്ട് ക്രിസ്തു പഠിപ്പിച്ച ഉപദേശത്തിലേക്ക് വന്ന് അത് അപ്പോസ്തലന്മാരിലൂടെ ആ പ്രവർത്തന മണ്ഡലങ്ങൾ നടന്ന് ആ കർത്താവിന്റെ രാജ്യത്തിലേക്കുള്ള പ്രവേശനത്തിലേക്ക്, അതായത് ബ്രൈഡ് ബിഗെയിം സിറ്റിയായി മാറണം. അപ്പം ബ്രൈഡ് ബിഗെയിം സിറ്റിയായി മാറുമ്പോൾ നടക്കേണ്ട കാര്യമാണ് ഇതെല്ലാം പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അവിടെ സൂര്യൻ, ചന്ദ്രൻ, നക്ഷത്രങ്ങൾ എന്ന് പറയുന്ന ആ പദങ്ങളെല്ലാം, അല്ലെങ്കിൽ ഇന്ന് നാം കാണുന്ന സൗരയൂഥത്തിലുള്ള ഗ്രഹങ്ങൾ മാത്രമല്ല, സമൂഹത്തിലുള്ള ആധിപത്യത്തിൽ ഭരണാധികാരികളെയും സൂചിപ്പിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. അപ്പൊ ഞാനിവിടെ പറഞ്ഞു, സൂര്യൻ, ചന്ദ്രൻ, നക്ഷത്രങ്ങളിൽ നിന്നുള്ള പദങ്ങൾ അക്ഷരികമായി ഉൽപ്പത്തി 1-ാം അധ്യായം 1-ാം വാക്യത്തിലും
ഉൽപ്പത്തി 1:15-16 വാക്യങ്ങളും പറഞ്ഞിരിക്കുന്നത് ഇന്ന് നാം കാണുന്ന അക്ഷരികമായ ആകാശവും ഭൂമിയും സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളെയാണ്. എന്നാൽ യെശയ്യാവ് 13-ലും ആവർത്തന പുസ്തകം 32-ാം അധ്യായത്തിലും ഒക്കെ പറഞ്ഞിരിക്കുന്നത് അത് ആ സമൂഹത്തോടാണ്, ഇസ്രായേലിന്റെ അല്ലെങ്കിൽ ആ സമൂഹത്തോടാണെന്ന് ഞാൻ കൃത്യമായി നിങ്ങളോട് പറഞ്ഞു. അതിന് വാക്യങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വെച്ചു. അപ്പം നാം മനസ്സിലാക്കേണ്ടത് സൂര്യൻ, ചന്ദ്രൻ, നക്ഷത്രങ്ങൾ എന്നീ പദങ്ങൾ അനേകം പ്രാവശ്യം തിരുവെഴുത്തുകളിൽ ഉപയോഗിച്ചിരിക്കുന്നതായി നമുക്ക് കാണുന്നുണ്ട്. അപ്പം മത്തായി 24-ലും മർക്കോസ് 13-ലും ലൂക്കോസ് 21-ലൊക്കെ കർത്താവ് തന്നെ എടുത്തത് ഉപയോഗിച്ചിട്ടുണ്ട്. ഞാൻ വായിച്ച എന്താണ് നമ്മുടെ കുറിവാക്യം എന്താണ്? അത് ഇന്ന് നാം വായിച്ച കുറിവാക്യം എന്ന് പറയുന്നത് കർത്താവ് ഗിരിപ്രഭാഷണത്തിൽ താൻ പറഞ്ഞ 5-ാം അധ്യായം, ഗിരിപ്രഭാഷണ സമയത്ത് 5-ാം അധ്യായം 17-ഉം 18-ഉം വാക്യങ്ങളാണ് ഞാൻ കുറിവാക്യമായി ഇവിടെ വായിച്ചത്. അപ്പൊ അവിടെ ആകാശം ഭൂമിയും ഒഴിഞ്ഞു പോകുവോളം ന്യായപ്രമാണത്തിൽ നിന്ന് ഒരു വള്ളിയെങ്കിലും പുള്ളിയെങ്കിലും നീങ്ങിപ്പോകുകയില്ലെന്നാണ് നാം വായിച്ചത്. നമ്മുടെ ക്രൈസ്തവ ലോകത്ത് തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട് കിടക്കുന്ന വളരെ ഇന്ന് വരെ ആകാശം ഭൂമി ഒഴിഞ്ഞു പോയിട്ടില്ല, അതുകൊണ്ട് ന്യായപ്രമാണം ഇന്ന് ഭൂമിയിൽ ഒഴിഞ്ഞു പോയിട്ടില്ലെന്നാണ് പൊതുവെയുള്ള ക്രിസ്തീയ സമൂഹങ്ങളെല്ലാം പഠിപ്പിക്കുന്നത്. എന്നാൽ ആകാശവും ഭൂമി ഒഴിഞ്ഞു പോയോ എന്ന് നമുക്കൊന്ന് വചനത്തിൽ നിന്ന് മനസ്സിലാക്കാൻ ദൈവകൃപയുള്ള ആ ദൈവമക്കള് ഈ വചനാടിസ്ഥാനത്തിൽ നിങ്ങളെ കാര്യങ്ങളെ മനസ്സിലാക്കുക എന്ന് എനിക്ക് നിങ്ങളോട് ഒരു അപേക്ഷയുണ്ട്. ഇന്ന് നാം വസിക്കുന്ന ഭൂമിക്ക് വെളിച്ചം നൽകുവാനാണ് സൂര്യനെയും ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും ദൈവം ഉണ്ടാക്കിയത്. സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും പ്രകാശം തരുന്നില്ലെങ്കിൽ മനുഷ്യരായ നമ്മൾ ഇരുട്ടിലായി തീരുമെന്ന് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ലല്ലോ. അതുപോലെ തന്നെ നമ്മുടെ രാജ്യങ്ങളെ ഭരിക്കുന്നവർ ജനങ്ങൾക്ക് നന്മകൾ ചെയ്താൽ അവരുടെ ജീവിത രീതികൾ മെച്ചപ്പെടും. ഭരണാധികാരികളായ നമ്മുടെ സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും ജനത്തിന്റെ നന്മയ്ക്ക് വേണ്ടി വെളിച്ചം നൽകുന്നില്ലെങ്കിൽ ജനം അധോഗതി പ്രാപിക്കും. ഇന്ത്യക്കാരായ നമുക്ക് നമ്മുടേതായ കിങ്ഡം ഉണ്ട്, കൂടാതെ നമ്മുടേതായ ഭരണാധികാരികളുമുണ്ട്. എന്നാൽ ഇന്ത്യയേക്കാൾ ശക്തിയുള്ള ഒരു രാജ്യമെന്ന് യുദ്ധം ചെയ്ത് കീഴടക്കിയാൽ നമ്മുടെ സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും പ്രകാശം തരികില്ല. അതായത് നമ്മുടെ ഭരണാധികാരികൾക്ക് പ്രകാശം, അവരിൽ നിന്ന് നമുക്ക് പ്രകാശം ലഭിക്കുകയില്ല. നമ്മളെ കീഴടക്കിയ സാമ്രാജ്യത്തിന്റെ ആധിപത്യത്തിന് നമ്മൾ കീഴിലായിരിക്കും. നമ്മൾക്കറിയാമല്ലോ, ബ്രിട്ടീഷ് സൂര്യൻ അസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യം വന്ന് നമ്മളെ കീഴടക്കി നൂറ്റാണ്ടുകൾ നമ്മളെ ഭരിച്ചിരുന്നു. അവരുടെ ആധിപത്യത്തിന് കീഴിലായിരുന്നു. നമുക്കതിനകത്ത് അതുപോലെ തന്നെ, അതായത് ഈ ഇറാഖിന്റെ സൂര്യൻ എന്ന് നമുക്ക് സദ്ദാം ഹുസൈൻ അറിയപ്പെട്ടിരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. കാരണം ഇറാഖിന്റെ മേൽ വെളിച്ചം പകർന്നതും അതിന്റെ മേൽ ആയിരുന്നതൊക്കെയും സദ്ദാം ഹുസൈൻ ആയിരുന്നു എന്ന് നമ്മൾ പൊതുവെ ഒരു ചൊല്ലുണ്ട്. അതുപോലെ തമിഴ്നാടിന്റെ ദ്രാവിഡരുടെ സൂര്യനായിരുന്നു നിര്യാതനായി കരുണാനിധി. അദ്ദേഹം ലോകത്തുനിന്ന് മാറ്റപ്പെട്ടപ്പോൾ പത്രങ്ങളൊക്കെ എഴുതി ദ്രാവിഡ സൂര്യൻ അസ്തമിച്ചു എന്ന് എഴുതി. അപ്പോൾ ഇന്ന് നാം കാണുന്ന ഈ സൂര്യനും ചന്ദ്രനുമാണോ ഒന്ന് അസ്തമിച്ചതല്ല. ദ്രാവിഡ സൂര്യൻ എന്ന് പറയുന്നത് ദ്രാവിഡർക്ക് വെളിച്ചം പകർന്ന ആ സൂര്യൻ, അഥവാ ആ സമൂഹത്തിന്റെ നേതൃത്വത്തിൽ ഉണ്ടായിരുന്ന ആ കരുണാനിധി എന്ന വ്യക്തി മരിച്ചപ്പോൾ പത്രങ്ങളൊക്കെ എഴുതി ആ ദ്രാവിഡ സൂര്യൻ അസ്തമിച്ചു എന്ന്. അതുപോലെയാണ് ഇറാഖിന്റെ പ്രസിഡന്റ് ആയിരുന്ന സദ്ദാം ഹുസൈൻ മരിച്ചപ്പോഴും എന്താണ്, അവരുടെ വെളിച്ചം നഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ ആ ഇറാഖിന്റെ സൂര്യൻ നഷ്ടമായെന്നത് ഇംഗ്ലീഷ് പത്രങ്ങളിലൊക്കെയും കാണുവാൻ നമുക്ക് അവരെഴുതി. യെശയ്യാവ് 24:23 നിങ്ങളൊന്ന് വായിച്ചു. അവിടെ എഴുതിയിരിക്കുന്നത് എന്താണ്? ആ യെശയ്യാവ് 24:23 നിങ്ങൾ വളരെ ശ്രദ്ധയോടൊന്ന് വായിക്കും സഹോദരങ്ങളെ. ഞാനീ പറയുമ്പം ഈ എഫോർട്ട് എടുത്ത് ഇത് പറയുമ്പോൾ നിങ്ങൾക്ക് അല്പമെങ്കിലും ഇത് ഗ്രഹിക്കാൻ പറ്റുമെങ്കിൽ ഈ കാണുന്ന സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങൾക്കും ഒന്നും ഒരു മാറ്റം ഉണ്ടാകത്തില്ല, അതൊരിക്കലും മാറിപ്പോകത്തില്ല. എന്നാൽ നമ്മുടെ ക്രൈസ്തവര് പഠിപ്പിക്കുന്നത് ഈ ഭൂമിയും ആ ചന്ദ്രനും നക്ഷത്രങ്ങളെല്ലാം ഒന്നൊന്നായി പൊഴിഞ്ഞു വീഴും എന്നൊക്കെയാ പറയുന്നത്. ഒരു നക്ഷത്രം ഭൂമിയിലേക്ക് വീണാൽ ഈ ഭൂമിയെ വഹിക്കാൻ പറ്റത്തില്ല. ഞാൻ ആ വാക്യം വായിക്കാം, യെശയ്യാവ് 24 അതിന്റെ 23-ാമത്തെ വാക്യം ഞാനൊന്ന് വായിക്കാം. സൈന്യങ്ങളുടെ യഹോവ സിയോൻ പർവ്വതത്തിന്റെ മേലും യെരുശലേമിലും വാഴുകയാലും അവന്റെ മൂപ്പന്മാരുടെ മുമ്പിൽ തേജസ് ഉണ്ടാകുകയാലും ചന്ദ്രൻ നാണിക്കുകയും സൂര്യൻ ലജ്ജിക്കുകയും ചെയ്യും. ഇത് പറഞ്ഞിരിക്കുന്നത് ഈ യെശയ്യാവ് 24 പ്രതിപാദ്യ വിഷയം എന്ന് പറയുന്നത്
ഈ യെശയ്യാവ് 24 മുഴുവൻ പറഞ്ഞിരിക്കുന്ന ഏകമത വിശ്വാസ സമൂഹമായിരുന്ന ഇസ്രായേലിന്റെ അവരുടെ ദേവാലയം നശിക്കുന്നതിനെ കുറിച്ചും ആ മതത്തിന്റെ അവസാനത്തെക്കുറിച്ചും ആണ്. അതിന്റെ ആധിപത്യം അവസാനിക്കുമെന്ന് പറഞ്ഞതാണ് 24-ാം അധ്യായത്തിന്റെ പ്രതിപാദ്യ വിഷയം. യെശയ്യാവ് 24-ന്റെ പ്രതിപാദ്യ വിഷയം നിങ്ങൾക്ക് വായിച്ചാൽ പെട്ടെന്ന് മനസ്സിലാകണമെന്നില്ല. അത് പ്രവചന ഭാഷയിൽ എഴുതിയിരിക്കുകയാണ്. യെശയ്യാവ് 24 എന്ന് പറയുന്നത് യഹൂദ മതത്തിന്റെ ആധിപത്യം അവസാനിക്കുന്നതിനെ കുറിച്ചും അവരുടെ ഏകമത വിശ്വാസം. കാരണം യഹൂദന്മാർ ഏകമത വിശ്വാസികളായിരുന്നു. അപ്പോൾ ഏക ദൈവ വിശ്വാസികളായിരുന്നു. ഏകമതം അവർക്ക് ഒരു മതമേ ഉള്ളായിരുന്നു. അത് ആ ഭൂമിയിൽ നിന്ന് ആ ഭൂമി കിടുകിടാ വിറയ്ക്കുന്നു, മത്തനെ പോലെ ചാഞ്ചാടുന്നു എന്നൊക്കെ പറഞ്ഞ് താഴേക്ക് വായിക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഈ മതത്തിന്റെ ഏകദൈവ മതത്തിന്റെ അവസാനത്തെ കുറിച്ചാണ് അവിടെ ആ 24-ാം അധ്യായത്തിൽ പ്രതിപാദിക്കുന്നത്. എന്നിട്ട് 23-ാം വാക്യത്തിലേക്ക് അവിടെ വരുമ്പോൾ പറയുന്നു, സൈന്യങ്ങളുടെ യഹോവ സിയോൻ പർവ്വതത്തിലും യെരുശലേമിലും വാഴുകയാലും അവന്റെ മൂപ്പന്മാരുടെ മുമ്പിൽ തേജസ് ഉണ്ടാകിയാലും ചന്ദ്രൻ നാണിക്കുകയും സൂര്യൻ ലജ്ജിക്കുകയും ചെയ്യും. എടാ, ലജ്ജിപ്പിക്കാൻ പറ്റുന്ന ഒരു ചന്ദ്രൻ അല്ലെ ലജ്ജിപ്പിക്കാൻ പറ്റുന്ന സൂര്യനെ നാണിക്കുന്ന ചന്ദ്രനെ എന്തോ ഒരു ഗതികേടെന്ന് നോക്കണേ. ഇപ്പൊ ഇത് എന്നാണ് ഇത് AD 70 അവരുടെ മതത്തിന്റെ ആധിപത്യം അവസാനിക്കുമ്പോൾ സൈന്യങ്ങളുടെ യഹോവ സിയോൻ പർവ്വതത്തിലും യെരുശലേമിലും വാഴുകയാൽ അവന്റെ മൂപ്പന്മാരുടെ മുമ്പിൽ തേജസ് ഉണ്ടാകൽ ചന്ദ്രൻ നാണിക്കുകയും സൂര്യൻ ലജ്ജിക്കും. കാരണം അവരുടെ ആധിപത്യം അവസാനിക്കും. അതിന്റെ മതത്തിന്റെ നേതൃത്വങ്ങൾ അവരുടെ ആധിപത്യം അവസാനിച്ചു പോകുമെന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അല്ല, നമുക്ക് സൂര്യനെയോ ചന്ദ്രനെയോ ലജ്ജിപ്പിക്കാനോ നാണിപ്പിക്കാനോ പറ്റുമോ? ഇവിടെയുള്ള എന്നെ കേൾക്കുന്ന ഏതെങ്കിലും ദൈവദാസന്മാരോ സഭാ സമൂഹമോ സൂര്യനെ ലജ്ജിപ്പിക്കാൻ പറ്റുമോ, ചന്ദ്രനെ നാണിപ്പിക്കാൻ പറ്റുന്നോ ഉള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളുടെ കളിയാക്കുകൊണ്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ പൊട്ടച്ചൊല്ലോ കളിവാക്കോ കൊണ്ട് നിങ്ങൾക്ക് സൂര്യനെ ലജ്ജിപ്പിക്കാൻ പറ്റുമോ? ചന്ദ്രനെ നാണിപ്പിക്കാൻ പറ്റുമോ? അവിടെ എഴുതിയിരിക്കുന്നത് എന്താണെന്ന് മനസ്സിലാക്കാൻ ബുദ്ധിയുള്ളവൻ ചിന്തിക്കുന്നത്. അവിടെ എന്താണ് എഴുതിയിരിക്കുന്നത്? സൂര്യൻ അവിടെ സൈന്യങ്ങളുടെ യഹോവ സിയോൻ പർവ്വതത്തിലും യെരുശലേമിലും വാഴുകയാൽ അവന്റെ മൂപ്പന്മാരുടെ മുമ്പിൽ തേജസ് ഉണ്ടാകുകയും ചന്ദ്രൻ നാണിക്കുകയും സൂര്യൻ ലജ്ജിക്കുകയും ചെയ്യും. അപ്പൊ അവിടെ പറഞ്ഞിരിക്കുന്നത് ഇന്ന് നാം കാണുന്ന നമ്മൾ അധിവസിക്കുന്ന സൂര്യനെ ചന്ദ്രനെ അല്ല കുറിച്ച് അവിടെ പറഞ്ഞിരിക്കുന്നത്. അവരുടെ ആധിപത്യത്തെ കുറിച്ചാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പം യഹൂദ മതത്തിന്റെ ആ ഏകദൈവ മതം അവസാനിക്കുമ്പോൾ ഭൂമിയിൽ നിന്ന് നീങ്ങി മാറാൻ പോവുകയാണ്. കാരണം യഹൂദന്മാര് തൃത്വത്തിൽ വിശ്വസിക്കുന്നില്ല. അവർ ട്രൈയൂണിയൻ ഗോഡിനെ വിശ്വസിക്കുന്നില്ല. ഞാൻ ഏകനാണ്, യഹോവ ഏകനാണെന്നാണ് എപ്പോഴും വാദിക്കുന്നത്. ഞാൻ ഏകനാണ്. കാരണം എന്നാൽ പുത്രൻ വന്ന് വെളിപ്പെടുത്തുന്നത് എന്താണ്? എന്റെ പിതാവ് എന്നിൽ വസിച്ചുകൊണ്ട് തന്റെ പ്രവൃത്തികൾ ചെയ്യുന്നു എന്നാണ് കർത്താവ് പറഞ്ഞത്. കർത്താവ് ഭൂമിയിലേക്ക് വന്നപ്പോൾ എന്റെ പിതാവ് എന്നിൽ വസിച്ചുകൊണ്ട് തന്റെ പ്രവൃത്തികൾ ചെയ്യുന്നു. അപ്പൊ ഇവിടെ പറയുന്നത് എന്താണ്? യഹോവ ഏകനാണ്. ഏകമതത്തിന്റെ ഏകദൈവത്തിന്റെ ആ ആധിപത്യം അവസാനിക്കും എന്നുള്ള പ്രതിപാദ്യ വിഷയമാണ് യെശയ്യാവ് 24 അവരുടെ പ്രവാചകൻ തന്നെ പ്രവചിച്ച് പറയുകയാണ്. അല്ല, ആ 24 എന്ന് പറയുന്നത് വേറൊന്നിനെ കുറിച്ചല്ല. അപ്പൊ ഞാൻ പറഞ്ഞു വന്നതിന്റെ സാരം, ആകാശം, ഭൂമി, സൂര്യൻ, ചന്ദ്രൻ, നക്ഷത്രങ്ങൾ എന്ന് പറഞ്ഞാൽ ഇന്ന് നാം കാണുന്ന ആകാശത്തെയും സൂര്യനെയും ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും കുറിച്ച് മാത്രമല്ല, രാജ്യങ്ങളുടെ ആധിപത്യത്തെയും സമൂഹത്തെയും അല്ലെങ്കിൽ രാജ്യങ്ങളുടെ ആധിപത്യത്തെയും സമൂഹത്തെയും എന്ന് ആകാശം, ഭൂമി എന്നുള്ള പദങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്. ആധിപത്യത്തിന് കീഴിലുള്ള ഭരണാധികാരികളെ സൂര്യൻ, ചന്ദ്രൻ, നക്ഷത്രങ്ങൾ എന്നീ പദങ്ങൾ ഉപയോഗിച്ച് ബൈബിളിൽ വിശേഷിപ്പിച്ചിട്ടുണ്ട്. ഇതിനെ ഖണ്ഡിക്കാൻ പറ്റുന്ന പ്രഗത്ഭന്മാരായ ഏത് ദൈവദാസന്മാരുണ്ടെങ്കിലും വാ, നമുക്കിത് ചർച്ച ചെയ്യാമെന്നേ. ഇതൊരു ഡിബേറ്റബിൾ സബ്ജക്റ്റ് ആണ്. അപ്പൊ ഈ മത്തായി 5:17-18 പറഞ്ഞ ആകാശം ഭൂമി ഒഴിഞ്ഞു പോകും വരെ ന്യായപ്രമാണത്തിൽ നിന്നൊരു പുള്ളിയെങ്കിലും നീങ്ങിപ്പോകുന്നില്ല. ഇന്ന് ക്രൈസ്തവരെല്ലാം പഠിപ്പിക്കുന്നത് ഈ ന്യായപ്രമാണം ഒഴിഞ്ഞു പോയിട്ടില്ല. ഇപ്പൊ ന്യായപ്രമാണം ഇന്ന് ഭൂമിയിലുണ്ട്. അത് യഹൂദന് കൊടുത്തൊരു രാജ്യ നിയമമായിരുന്നു. യഹൂദന് അവരുടെ കനാനിലേക്ക് അവർ വന്ന് വാഗ്ദത്ത ഭൂമിയിലേക്ക് വന്നപ്പോൾ മോശ മുഖാന്തരം അവർക്ക് കൊടുത്ത ഒരു 613 കൽപ്പനകൾ അടങ്ങിയ ഒരു രാജ്യ നിയമമായിരുന്നു. അപ്പൊ ഇത് നീങ്ങി മാറുമെന്നാണ്, ആകാശം ഭൂമി ഒഴിഞ്ഞു പോകും വരെ ന്യായപ്രമാണത്തിൽ നിന്ന് ഒരു പുള്ളിയെങ്കിലും നീങ്ങിപ്പോകുന്ന ന്യായപ്രമാണത്തിന്റെ കീഴിലാണ് യേശു ശുശ്രൂഷിച്ചത്. ന്യായപ്രമാണത്തെ നിവർത്തിച്ച് തീർക്കുവാനാണ് കർത്താവ് ഭൂമിയിലേക്ക് വന്നത്. അപ്പം യേശു കർത്താവ് ന്യായപ്രമാണത്തെ നിവർത്തിച്ചു നീക്കിയെങ്കിൽ അപ്പം റോമാലേഖനം 10:4 അങ്ങനെയാണ് പറയുന്നത്.
വിശ്വസിക്കുന്ന ഏവർക്കും നീതി ലഭിപ്പാൻ യേശു ക്രിസ്തു ന്യായപ്രമാണത്തിന്റെ അവസാനമാകുന്നു എന്നാ പറയുന്നത്. അപ്പൊ ന്യായപ്രമാണത്തെ നിവർത്തിച്ച് നീക്കി കർത്താവ്. അപ്പൊ ന്യായപ്രമാണമാണ് ഈ ആകാശവും ഭൂമി എന്ന് പറഞ്ഞിരിക്കുന്നത്. ഈ ആകാശവും ഭൂമി ഒഴിഞ്ഞു പോകുമ്പോഴേ ന്യായപ്രമാണത്തിൽ നിന്ന് ഒരു വള്ളിയെങ്കിലും പുള്ളിയെങ്കിലും അത് ആ ദേവാലയത്തിനോട് അനുബന്ധിച്ചുള്ള ആധിപത്യത്തെ അല്ലെങ്കിൽ ആ സമൂഹത്തെ, ആ രാജ്യത്തെ, ആ ന്യായപ്രമാണത്തെ എന്നൊക്കെയാണ് അതിന്റെ സാരം. അല്ലാതെ ഈ കാണുന്ന അക്ഷരികമായ ആകാശം ഭൂമിയല്ല. അങ്ങനെ ഉണ്ടെങ്കിൽ യെശയ്യാ 13 BC 538-39 കാലഘട്ടത്തിൽ അത് നിവർത്തിയായെന്ന് പറയുന്നുണ്ട്. ഏത്? ബാബേൽ രാജാക്കന്മാരെ ആ കോരസ്, പേർഷ്യപേക്ഷ സാമ്രാജ്യം തലവനായിരുന്ന ആ കോരസ് വന്ന് അവരുടെ ആധിപത്യം അവസാനിക്കുമ്പോൾ ഭൂമി മാറിപ്പോയെന്ന് അവിടെ എഴുതിയിരിക്കുന്നത്. അപ്പം ദൈവത്തിന്റെ കോപ ദിവസത്തിൽ പഴയ നിയമത്തിൽ ഏതാണ്ട് 26ഓളം പ്രാവശ്യം ദൈവത്തെ റാത്തബ് ഗോഡ് എന്ന് എഴുതിയിട്ടുണ്ട്. അതെല്ലാം പഴയ നിയമ കാലഘട്ടത്തിൽ തന്നെ നിവർത്തിച്ച് തീർന്ന ദൈവകോപങ്ങളായിരുന്നു. അത് പല സംഭവങ്ങളായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പം ദൈവത്തിന്റെ കോപ ദിവസത്തിൽ, ഉഗ്രകോപത്തിന്റെ നാളിലും ഭൂമി അതിന്റെ സ്വസ്ഥാനത്ത് നീങ്ങി മാറിയെങ്കിൽ BC 538-39 കാലഘട്ടത്തിൽ ആ മേദ്യപേക്ഷ സാമ്രാജ്യം വന്ന് ബാബേൽ സാമ്രാജ്യത്തെ നശിപ്പിച്ച് അവരുടെ ആധിപത്യം മാറിപ്പോയപ്പോൾ ആകാശം കൊടുമുഴക്കത്തോട് ഒഴിഞ്ഞുപോയി, ഭൂമി അതിന്റെ സ്വസ്ഥാനത്ത് നിന്ന് നീങ്ങി മാറിയെന്ന ബൈബിളിൽ എഴുതിയിരിക്കുന്നത്. പ്രിയപ്പെട്ട ദൈവദാസന്മാരെ, പ്രിയപ്പെട്ട ദൈവജനമേ, നിങ്ങൾ മനസ്സിലാക്കേണ്ടത് മത്തായി 5:17-ലും 18-ലും പറഞ്ഞിരിക്കുന്ന അക്ഷരികമായ ആകാശം ഭൂമി ഒഴിഞ്ഞു പോകുമെന്നല്ല. ഇത് ഒഴിഞ്ഞു പോകാനിരിക്കുന്ന ക്രിസ്ത്യാനി, നിങ്ങൾ കാര്യങ്ങളെ മനസ്സിലാക്കുക സഹോദരങ്ങളെ, വ്യക്തമായിട്ട് നിങ്ങൾ മനസ്സിലാക്കുക. ഞാൻ ആവർത്തനം 32:1 ഞാൻ ഉദാഹരണം പറഞ്ഞു. എന്താണ്? ആകാശമേ ചെവി തരുക, ഞാൻ സംസാരിക്കും, ഭൂമിയെ എന്റെ വായിൻ വാക്കുകൾ കേൾക്ക എന്ന് മോശ സംസാരിച്ചത് ആരോടാണ്? ഇസ്രായേൽ സമൂഹത്തോടാണെന്ന് അവിടെ എഴുതിയിരിക്കുന്നത്. അപ്പൊ ആവർത്തനം 31:1 മുതൽ താഴോട്ട് വായിക്കുമ്പോൾ മോശ ചെന്ന് ഈ വചനങ്ങളൊക്കെയും ഇസ്രായേലിനെ ചൊല്ലിക്കൽപ്പിച്ചെന്ന, ഇസ്രായേൽ സമൂഹത്തെ ചൊല്ലിക്കൽപ്പിച്ചെന്ന് നാം മനസ്സിലാക്കുന്നത്. അപ്പം അവിടെ കേൾക്കാൻ പറ്റുന്ന ആകാശത്തെയും ചെവി ചായ്ച്ച് ആകാശത്തെയും ഭൂമിയൊക്കെ അവിടെ പറയുന്നുണ്ട്. നിങ്ങൾ ആ വാക്യങ്ങൾ വായിച്ചു നോക്കുക. ഇപ്പൊ ചെവി നൽകുവാനും കേൾക്കുവാനും കഴിവുള്ള ആകാശത്തെയും ഭൂമിയോടുമാണ് മോശ സംസാരിച്ചത്. മോശ ഈ പാട്ടിന്റെ വരികൾ ചൊല്ലിക്കേൽപ്പിച്ചത് ദൈവം ആദ്യം സൃഷ്ടിച്ച ആകാശത്തോടും ഭൂമിയോടും അല്ല, ഇസ്രായേൽ സമൂഹത്തോടാണെന്ന് കൃത്യമായിട്ട് നാം മനസ്സിലാക്കി. അതായത് ആവർത്തനം 31:30-ലും ഇസ്രായേൽ സമൂഹത്തെ അഭിസംബോധന ചെയ്യുന്നതായിട്ട് നമുക്ക് കാണുന്നത്. അപ്പം യെശയ്യാ 1:2 ഞാൻ വായിച്ചു നിങ്ങളുടെ മുമ്പിൽ. ആകാശമേ കേൾക്ക, ഭൂമിയെ ചെവിതരുക എന്ന് പറഞ്ഞത് ആരെയാണ്? ആ ഇസ്രായേൽ സമൂഹത്തോടാണെന്ന് വ്യക്തമായിട്ട് അവിടെ പറയുന്നുണ്ട്, യഹൂദയോടും യെരൂശലേമിനോടും. അപ്പം യഹോവ അരുളി ചെയ്യുന്നു, ഞാൻ മക്കളെ പോറ്റി വളർത്തി, അവർ എന്നോട് മത്സരിച്ചിരിക്കുന്നു. അപ്പം കേൾക്കാൻ കഴിയുന്ന ആകാശത്തോടും ഭൂമിയോടുമാണ് പ്രവാചകൻ സംസാരിച്ചത്. അല്ല ഇന്ന് നാം കാണുന്ന അക്ഷരികമായ നമ്മുടെ തലയ്ക്ക് മുകളിലുള്ള ആകാശത്തെയും ഭൂമിയെയും കുറിച്ചല്ല അവിടെ സംസാരിച്ചത്. അപ്പം പ്രവാചകൻ വിളിച്ചു പറഞ്ഞത് യഹൂദയുടെ ആധിപത്യത്തോടാണെന്ന് കൃത്യമായി ഞാൻ നിങ്ങളോട് പറഞ്ഞു. അപ്പൊ ആധിപത്യത്തിന് കീഴിൽ രാജാവും ഭരണാധികാരികളും ജനങ്ങളുമുണ്ട്. അപ്പൊ പ്രവാചകൻ വിളിച്ചു പറഞ്ഞത് യഹൂദ ജനത്തോടാണ്. സോദോം അധിപതികൾക്ക് സമമായിട്ടാണ് അന്ന് ജീവിച്ചിരുന്നത് ഇസ്രായേൽ ജനം. അതുകൊണ്ടാണ് അവിടെ യെശയ്യാ 1:10 താഴോട്ട് വായിക്കുമ്പം അവര് ഒരു ശേഷിപ്പിനെ ഞാൻ വെച്ചിരിപ്പുണ്ട്, അല്ലെ നിങ്ങൾ സോദോം പോലെയും ഗോമോറ പോലെയും ആകുമായിരുന്നു എന്ന് ഈ ആകാശമേ കേൾക്ക, ഭൂമിയെ ചെവിതരുക എന്ന് പറയുന്ന യെശയ്യാ 1 താഴേക്ക് വായിക്കുമ്പോൾ അതിന്റെ 10-ാം വാക്യത്തിലേക്ക് വരുമ്പം സോദോം അധിപതികളെ യഹോവയുടെ വചനം കേൾപ്പിൻ, ഗോമോറ ജനമേ നമ്മുടെ ദൈവത്തിന്റെ ന്യായപ്രമാണം ശ്രദ്ധിച്ചുകൊള്ളുവിൻ. ഇവരെ വിളിച്ചിരിക്കുന്നത് സോദോം അധിപതികൾ എന്ന് പറഞ്ഞ അക്ഷരികമായ സോദോമിനെ കുറിച്ചല്ല, ഇത് ഇസ്രായേലിനെ കുറിച്ച്, യെരൂശലേമിനെ ദേവാലയം നിൽക്കുന്ന ആ സമൂഹത്തോട്, ഇസ്രായേൽ ജനത്തോടാണ് പറയുന്നത്. ഈ ഇസ്രായേലിന് മറുപേര് സോദോം എന്ന് അവര് മറുപേരിട്ട് വെളിപ്പാട് പുസ്തകത്തിലൊക്കെ ഉണ്ട്. അപ്പം അവിടെ പറയുന്നത് 9-ാം വാക്യത്തിൽ അവിടെ പറയുന്നത് സൈന്യങ്ങളുടെ യഹോവ നമുക്ക് അത്യല്പമായൊരു ശേഷിച്ചു വെച്ചിരുന്നില്ലെങ്കിൽ നാം സോദോം പോലെ ആകുമായിരുന്നു, ഗോമോറയ്ക്ക് സദൃശമാകുമായിരുന്നു. അവിടെ ഉദാഹരണം പറഞ്ഞിട്ട് പറയാം, സോദോം അധിപതികളെ എന്ന് വിളിച്ചിരിക്കുന്നത് യെരൂശലേം നിവാസികളെയാണ്, അല്ലാതെ സോദോമിനെ കുറിച്ചല്ല അവിടെ പ്രതിപാദിക്കുന്നത്.
അതൊരു ആലങ്കാരികമായി ഉപയോഗിച്ചിരിക്കുന്ന ഒരു പദമാണ്, ഒരു ഉപമാലങ്കാരമാണ്. പഴയ യെരൂശലേമിനെ സോദോം എന്ന് വിളിച്ചിട്ടുണ്ട്, ഗോമോറ എന്ന് വിളിച്ചിട്ടുണ്ട്, മർമ്മം മഗതിയാം ബാബിലോൺ എന്ന് വിളിച്ചിട്ടുണ്ട്. പഴയ യെരൂശലേമിനെ ബാബിലോൺ എന്ന് പറഞ്ഞാൽ അവിടെ ആണോ? യെരൂശലേമിനെ മർമ്മം മഗതിയാം ബാബിലോൺ എന്ന് വിളിക്കുന്നത് ദൈവമക്കളെ അടിമത്തത്തിന് കീഴിൽ വെച്ചിരുന്ന അതിനെയോട് ഒരു ബാബേൽ സാമ്രാജ്യത്തെ വിളിക്കുന്നത്. അതുകൊണ്ടാണ് ഇവിടെയും പറയുന്നത് പഴയ ഇസ്രായേലിനെ, പഴയ യെരൂശലേമിനെ മർമ്മം മഗതിയാം ബാബിലോൺ എന്ന് മറുപേര് വിളിച്ചിട്ടുണ്ട്. ഇപ്പം ബൈബിൾ കൊണ്ട് മനസ്സിലാക്കുക സഹോദര. ഇവിടെ പറഞ്ഞിരിക്കുന്ന ആരെയാണ്? ഇസ്രായേൽ സമൂഹത്തെയാണ് ആകാശമേ എന്നൊക്കെ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കുക. അപ്പൊ യെശയ്യാ 13 ഞാൻ നേരത്തെ പറഞ്ഞു, ബാബേലിന്റെ ന്യായവിധിയെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ പലവട്ടം ഇവിടെ പറഞ്ഞതാണ്. അപ്പൊ ബാബേലിനെ ന്യായം വിധിക്കുവാനായിട്ട് ദൈവം മേദിനെയാണ് ഒരുക്കിയിരിക്കുന്നത്. യെശയ്യാ 13:1 മുതൽ അതിന്റെ 5, 6 വാക്യങ്ങളെല്ലാം ആമോസിന്റെ മകനായ യെശയ്യാവിനെയാണ് ദൈവം എഴുന്നേൽപ്പിച്ച്, ആമോസിന്റെ മകനായ, അവിടെ പറയുന്നുണ്ട് ആമോസിന്റെ മകനായ യെശയ്യാവിലൂടെയാണ് ഇത് സംസാരിക്കുന്നത്. അപ്പം ഇത് കൃത്യമായി ആകാശത്തിന് യെശയ്യാ 13:10, 13, 17, 19 ഭൂമി അതിന്റെ സ്വസ്ഥാനത്ത് നീങ്ങി മാറും. അപ്പം ബാബേലിന്റെ ന്യായവിധി ദാനിയേലിന്റെ കാലത്ത് നടന്നതായിട്ട് ദാനിയേൽ പ്രവചനം 5-ാം അധ്യായം അതിന്റെ 30, 31 വാക്യങ്ങളിൽ ഉള്ളതായിട്ട്, അത് എന്നാണ് കാലഘട്ടം എന്നായിരുന്നു? BC 538, 39 കാലഘട്ടത്തിൽ. അപ്പം ബാബേലിന്റെ ന്യായവിധി അവിടെ ബാബേലിന്റെ ന്യായവിധി BC 538 നടന്ന 39 കാലഘട്ടത്തിൽ നടന്നപ്പോൾ അവരുടെ ആകാശം ഒഴിഞ്ഞുപോയി, ഭൂമി അതിന്റെ സ്വസ്ഥാനത്ത് നിന്ന് ഇളകി മാറിയെന്ന് എഴുതിയിരിക്കുന്നത്. നിങ്ങൾ ദൈവവചനം പഠിക്കുക സഹോദര. അപ്പം ദാനിയേൽ പ്രവചനം 5-ാം അധ്യായത്തിന്റെ 30, 31 വാക്യങ്ങൾ ആ രാത്രി തന്നെ കൽദയ രാജാവായ മേദ്യനായ ദാരിയോസ് 62 വയസ്സുള്ളവനായി രാജ്യത്വം പ്രാപിച്ചത് ബെൽഷസ്സറിനെ മരിച്ചിട്ട് അദ്ദേഹത്തെ കൊന്നുകളഞ്ഞു. അവസാനത്തെ ബാബേൽ രാജാവായ ബെൽഷസ്സറിനെ കൊന്നുകളഞ്ഞിട്ട് അവസാനം മേദ്യപേക്ഷ 62 വയസ്സുള്ള ദാരിയോസ് രാജ്യത്വം പ്രാപിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നു. അപ്പൊ യഹൂദ പ്രവാസത്തിലേക്ക് പോയതായി നമുക്ക് 70 സംവത്സര പ്രവാസത്തിലേക്ക് പോയതായിട്ട് 2 രാജാക്കന്മാർ 24-ാം അധ്യായത്തിൽ നമുക്ക് അവിടെ കാണുന്നുണ്ട്. അവരെവിടേക്കാണ് പോയത്? ബാബേലിലേക്കാണ് പോയത്. അപ്പം അവരുടെ ന്യായവിധിയുടെ സമയത്ത്, ആ ബാബേലിന്റെ ന്യായവിധിയുടെ സമയത്ത് ആകാശം മാറി, ഭൂമി മാറി. യഹോവയുടെ കോപ ദിവസം, അവന്റെ ഉഗ്രകോപത്തിന്റെ നാളിലും ഭൂമി അതിന്റെ സ്ഥാനത്ത് നീങ്ങി മാറും എന്നൊക്കെ ഇവിടെ പറയുന്നുണ്ട്. അവിടെ ഭൂമി മാറിയെങ്കിൽ BC 538, 39 കാലഘട്ടത്തിൽ ഭൂമി മാറിപ്പോയെങ്കിൽ നമ്മൾ ആരും ഇന്ന് ഭൂമിയുടെ മുഖത്ത് കാണുമോ സഹോദര? നിങ്ങൾ എവിടെ കൊണ്ടാണ് വചനം പഠിപ്പിക്കുന്നത്? പാസ്റ്റർമാർ എന്താ പഠിപ്പിക്കുന്നത്? ദൈവവചനത്തിനോട് നിങ്ങൾ എന്താണ് ഒരു അല്പമെങ്കിലും മര്യാദ കാണിക്കേ. അപ്പം യെശയ്യാ 13:10 ഇങ്ങനെയാണ്, സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും പ്രകാശം തരാതെ ഇരുണ്ടു പോകും എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ആരാണ് പ്രകാശം കൊടുക്കാതിരിക്കുന്നത്? അതായത് ബാബേൽ സാമ്രാജ്യത്തിന്റെ സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും പ്രകാശം തരാതെ ഇരുണ്ടു പോകുമെന്നാണ്. അതായത് അവരുടെ ആധിപത്യം, അവരുടെ ഭരണാധികാരികള്, അവരുടെ ഭരണം അവസാനിക്കുമെന്നാണ് ആ പറഞ്ഞിരിക്കുന്ന അർത്ഥം. രാജ്യത്തിന്റെ ആധിപത്യം അവസാനിക്കും, അതിന് കീഴിലുള്ള ഭരണാധികാരികളുടെ ഭരണം അവസാനിക്കും എന്നാണ് അവിടെ സൂര്യൻ, ചന്ദ്രൻ, നക്ഷത്രങ്ങൾ, ആകാശം, ഭൂമി എന്നൊക്കെ ഉദ്ദേശിച്ചിരിക്കുന്നത് ദൈവം. അപ്പം ഈ BC 539 കാലഘട്ടത്തിൽ സൂര്യൻ ഇരുണ്ടു പോയതായിട്ടോ അല്ലെങ്കിൽ നക്ഷത്രങ്ങളും നക്ഷത്രരാശികളും പ്രകാശം തരുന്നതായിട്ടോ ഏതെങ്കിലും കോസ്മിക് അട്രോസിറ്റി അല്ലെങ്കിൽ ഈ ഉണ്ടായതായിട്ടോ നമ്മൾ എങ്ങും ചരിത്രത്തിലോ ബൈബിളിലോ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. ഇപ്പൊ എന്താണ് അവിടെ സംഭവിച്ചത്? ബാബേൽ സാമ്രാജ്യം നശിച്ചതായിട്ട് ചരിത്രത്തിലുമുണ്ട്, ബൈബിളിലുമുണ്ട്. ബാബേൽ സാമ്രാജ്യത്തിന്റെ ആധിപത്യം അവസാനിച്ചതായിട്ട് ചരിത്രത്തിലും ബൈബിളിലുമുണ്ട്. അപ്പൊ ഈ കാര്യങ്ങളാണ്, ആ രാജ്യങ്ങളുടെ ആധിപത്യത്തെയാണ് ആകാശം, ഭൂമി എന്നുള്ള പദം എന്ന് ഞാൻ പറഞ്ഞത് സത്യമല്ലേ? അപ്പൊ സൂര്യൻ, ചന്ദ്രൻ, നക്ഷത്രങ്ങൾ എന്ന് പറഞ്ഞാൽ അതിന് കീഴിലുള്ള ഭരണാധികാരികളാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഇത് തന്നെയല്ലേ മത്തായി സുവിശേഷം 5:17-18 പറഞ്ഞിരിക്കുന്നത്?
ആകാശം ഭൂമി ഒഴിഞ്ഞു പോകുന്നോളം ന്യായപ്രമാണത്തിൽ നിന്നൊരു വള്ളിയെങ്കിലും പുള്ളിയെങ്കിലും മാറത്തതെന്ന് പറഞ്ഞാൽ യഹൂദ മതത്തിന്റെ ആധിപത്യം അവസാനിക്കുമ്പോൾ, അല്ലെങ്കിൽ ന്യായപ്രമാണം ഭൂമിയിൽ നിന്ന് നീങ്ങി മാറുമ്പോൾ എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. അതേ തന്നെ യെശയ്യാ 13:13 നാം ആകാശം അതിന്റെ സ്വസ്ഥാനത്ത് നീങ്ങി മാറുമെന്ന് എഴുതിയിരിക്കുന്നത്. ഭൂമി അതിന്റെ സ്വസ്ഥാനത്ത് നിന്ന് ഇളകി മാറും. ഇപ്പം മേദിരെ കൊണ്ട് ദൈവം ബാബേൽ സാമ്രാജ്യത്തെ ന്യായം വിധിക്കുമ്പോൾ ആ ആധിപത്യം മാറിപ്പോകുന്ന കാര്യമാണ്, അല്ലെങ്കിൽ ബാബേൽ സാമ്രാജ്യത്തിന്റെ ആധിപത്യം മാറിപ്പോകുന്ന കാര്യത്തെയാണ് അവിടെ ആകാശം അതിന്റെ സ്വസ്ഥാനത്ത് നീങ്ങിപ്പോകും എന്നൊക്കെ പറഞ്ഞിരിക്കുന്നത്. ഇതിന് എബ്രായ ലേഖനം 7:12 പൗരോഹിത്യം മാറിപ്പോകുന്ന പക്ഷം ന്യായപ്രമാണത്തിനും കൂടെ നീക്കം വരേണ്ടതിന്റെ ആവശ്യത്തെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പം ഇന്ന് ലേവ്യ പൗരോഹിത്യം അല്ല എന്ന് ക്രൈസ്തവർക്ക് മുഴുവൻ അറിയാം. കാരണം ഇവിടുത്തെ പൗരോഹിത്യ ശുശ്രൂഷ ചെയ്യുന്ന ആളുകളെല്ലാം വെച്ച് ഈ വാക്യം വെച്ചാണ് ഇവർ വെട്ടുന്നത്. ഇവിടുത്തെ ഓർത്തഡോക്സുകാരെയും ഇവിടുത്തെ കത്തോലിക്കരെയും ബന്ധക്കോസുകാരും വെട്ടാനെടുത്തിരിക്കുന്ന വാക്യമാണ് 7:12. അപ്പൊ ന്യായപ്രമാണത്തിന് കൂടെ നീക്കം വരേണ്ട ആവശ്യകത ഉണ്ടെന്ന് അവിടെ എഴുതിയിട്ടുണ്ട്. അതവര് പറയത്തില്ല, അതവര് മൂടി വെക്കും. ന്യായപ്രമാണം നീങ്ങിപ്പോയി, അല്ല പൗരോഹിത്യം നീങ്ങിപ്പോയെന്ന് അവർ പറയും. പൗരോഹിത്യം നീങ്ങിപ്പോകുന്ന പക്ഷം ന്യായപ്രമാണത്തിന് കൂടെ നീക്കം വരണമെന്ന് പറയുന്നുണ്ട്. ഇപ്പം വേറൊരു പൗരോഹിത്യം ഏതാണ്? മൽക്കീസദേക്കിന്റെ ക്രമപ്രകാരമുള്ള ഒരു പൗരോഹിത്യം ഭൂമിയിൽ വരണം. കാരണം പഴയ പൗരോഹിത്യമായ ലേവ്യ പൗരോഹിത്യം നീങ്ങി മാറിയിട്ട് വേണം. ഇതാണ് അവിടെ ആകാശം ഭൂമി എന്ന് പറഞ്ഞിരിക്കുന്നത്. അത് ഒന്നാമത്തതിനെ നീക്കി രണ്ടാമത്തതിനെ സ്ഥാപിപ്പാൻ. ഏതാണ് ഒന്നാമത്തേത്? കാളകളുടെയും ആറ്റുകൊറ്റന്മാരുടെയും രക്തത്തിന് പാപങ്ങളെ നീക്കുവാൻ കഴിവുള്ളതല്ല. പുസ്തകച്ചുരുളിൽ എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നത് നിങ്ങൾ വായിച്ചിട്ടില്ലയോ? ഇതാ ഞാൻ വരുന്നു. എന്താണ്? പഴയതിനെ നീക്കി പുതിയതിനെ സ്ഥാപിപ്പാം. ഒന്നാമത്തത് നീക്കി രണ്ടാമത്തിനെ സ്ഥാപിക്കണം. കർത്താവിന്റെ വരവ് പോലെ അതാണ്. അതായത് ന്യായപ്രമാണത്തെയും അതിന്റെ ദൃശ്യപ്രതീകമായിരുന്ന ദേവാലയത്തിൽ നീക്കി മാറ്റി ന്യായപ്രമാണ പ്രവൃത്തിയാലുള്ള രക്ഷയെ മാറ്റിവെച്ചിട്ട് വിശ്വാസത്താലുള്ള അല്ലെങ്കിൽ ദൈവരാജ്യത്തിലേക്കുള്ള പ്രവേശനത്തിന് വേണ്ടി അതുവരെ ദൈവം വസിച്ചിരുന്ന യെരുശലേം ദേവാലയത്തിലായിരുന്നെങ്കിൽ മനുഷ്യഹൃദയങ്ങളിൽ ദൈവം വന്ന് വസിക്കുവാനായിട്ട് ആ ചേഞ്ച് വരുത്തേണ്ടതിനാണ് കർത്താവ് പറഞ്ഞ ന്യായപ്രമാണത്തെ നീങ്ങി മാറ്റുക എന്ന് പറയുന്നത്. അത് യെരുശലേം ദേവാലയവും ന്യായപ്രമാണവും നീങ്ങിയതിനു ശേഷമാണ് യേശു വ്യക്തമായി തന്റെ രാജ്യത്തെയും അഥവാ സഭയെയും, ഒറിജിനൽ സഭയും ദൈവം ഭൂമി സ്ഥാപിക്കുന്നത്. ട്രൂ എക്ലീഷ്യ. അപ്പൊ 7:12 പൗരോഹിത്യം മാറിപ്പോകുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. ഇത് ഗലാത്യ ലേഖനം 3:24-25. അങ്ങനെ നാം വിശ്വാസത്താൽ നീതീകരിക്കപ്പെടേണ്ടതിന് ശിശുപാലകൻ. ആരായിരുന്നു ശിശുപാലകൻ? ന്യായപ്രമാണം ഒരു ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം പറഞ്ഞു, ന്യായപ്രമാണം എന്ന് പറഞ്ഞത് ശിശുപാലകനായിരുന്നു. അപ്പൊ പുതിയ നിയമം പ്രാബല്യത്തിൽ വരണമെങ്കിൽ ന്യായപ്രമാണം നീങ്ങിപ്പോകണം. ഇതാണ് ആകാശം ഭൂമി ഒഴിഞ്ഞു പോകും ന്യായപ്രമാണത്തിൽ നിന്ന് ഒരു വള്ളിയെങ്കിലും പുള്ളിയെങ്കിലും നീങ്ങിപ്പോകത്തില്ലെന്ന് പറഞ്ഞത്. അല്ലാതെ ഇന്ന് നാം കാണുന്ന ആകാശത്തെയും ഭൂമിയെയും കുറിച്ചല്ല. അത് മത്തായി 24:35 പറയുന്നുണ്ട്. ഈ വാക്യം തന്നെ കർത്താവ് ഈ ഗിരിപ്രഭാഷണത്തിൽ പറയുന്ന കാര്യം തന്നെ മത്തായി 24:35 ഞാനൊന്ന് വായിക്കാം. മത്തായി 24:35 അവിടെ പറയുന്നത് എങ്ങനെയാണ്? ആകാശം ഭൂമി ഒഴിഞ്ഞു പോകും, എന്റെ വചനങ്ങൾ ഒഴിഞ്ഞു പോകുകയില്ല. എന്റെ വചനങ്ങൾ അവിടെ പറയുന്നുണ്ട്, അവിടെ മേളിൽ പറയുന്നത് 34 ഇതൊക്കെയും സംഭവിക്കുള്ളൂ, ഈ തലമുറ ഒഴിഞ്ഞു പോകില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. ആകാശം ഭൂമി ഒഴിഞ്ഞു പോകും. ഏത് ആകാശം ഭൂമി ഒഴിഞ്ഞു പോകുന്ന കാര്യം പറഞ്ഞത്? ഇന്ന് നാം വസിക്കുന്ന ആകാശത്തെ ഭൂമിയാണോ പറഞ്ഞിരിക്കുന്നത്? അതായത് യഹൂദ മതത്തിന്റെ ആധിപത്യവും അതിന്റെ സിറ്റാഡലായിരുന്ന അത് യെരുശലേം ന്യായപ്രമാണത്തിന് ദൃശ്യപ്രതീകമായിരുന്ന ദേവാലയം ഒഴിഞ്ഞു പോകുന്ന കാര്യത്തെ കുറിച്ചാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അല്ലാതെ ഇന്ന് ദൈവം നമുക്ക് ആദ്യം സൃഷ്ടിച്ച ആകാശത്തെ ഭൂമിയെ കുറിച്ചല്ല. ഇത് പ്രതീകാത്മകമായി പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. എത്രയോ ഭാഗങ്ങളിൽ പഴയ നിയമത്തിൽ 26ഓളം പ്രാവശ്യം റാത്ത് ഓഫ് ഗോഡ്, ദൈവത്തിന്റെ കോപ ദിവസം, ഗോഡ്സ് വെഞ്ചൻസ് എന്ന് പറയുന്ന ഭാഗങ്ങളെല്ലാം ആകാശം ഒഴിഞ്ഞു പോകും, ഭൂമി അതിന്റെ സ്വസ്ഥാനത്തിൽ അതുപോലെ പ്രതിപാദിക്കുന്ന പല വിഷയങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. എല്ലാം ഞാൻ എടുത്തു വെച്ച് 1 by 1 ആയിട്ട് നിങ്ങളുടെ മുമ്പിൽ വെക്കാം.
അപ്പൊ അവിടെ ഒഴിഞ്ഞു പോകുമെന്ന് പറയുന്നത് എന്താണ്? അവരുടെ അവരുടെ ആധിപത്യം ഒഴിഞ്ഞു പോകും, ആ സമൂഹത്തിന്റെ നേതൃത്വം ഒഴിഞ്ഞു പോകും എന്നൊക്കെയാണ് അതിന്റെ അർത്ഥം. മത്തായി 24:35 മർക്കോസ് 13:31 ലൂക്കോസ് 21:32 ആകാശം ഭൂമി ഒഴിഞ്ഞു പോകുമെന്ന് പറയുന്നുണ്ട്. കർത്താവ് ഏത് ആകാശവും ഭൂമിയെ കുറിച്ചാണ് പറയുന്നത്? നമ്മുടെ കർത്താവ് ഭൂമിയിലേക്ക് വന്നത് ഒന്നാമത്തിനെ നീക്കി രണ്ടാമത്തിനെ സ്ഥാപിക്കുവാനായിട്ടാണെന്ന് ഞാൻ കൃത്യമായിട്ട് ഇവിടെ പറഞ്ഞു. അത് എബ്രായ ലേഖനം 10:9 എബ്രായ ലേഖനം 8:7-13. അതായത് പുതിയതെന്ന് പറയുന്നതിനല്ല, ആദ്യത്തേതിനെ പഴയതാക്കിയിരിക്കുന്നു, പഴയതാകുന്നതും ജീർണിക്കുന്നതും നീങ്ങിപ്പോകുവാൻ സമയമെടുത്തിരിക്കുന്നുവെന്ന് 7:65 എബ്രായ ലേഖനം എഴുതുമ്പോൾ പറയുന്നുണ്ട്. ഇപ്പൊ പഴയതാകുന്നതും ജീർണിക്കുന്നതും എന്താണ്? ന്യായപ്രമാണവും അതിന്റെ കർമാചാരങ്ങളും അനുഷ്ഠാനങ്ങളും നീങ്ങിപ്പോകണം. അതിനുശേഷമാണ് എന്താണ്? യേശുവിന്റെ സഭ അല്ലെങ്കിൽ പത്രോസിലൂടെ വെളിപ്പെട്ട രാജ്യം അല്ലെങ്കിൽ ദൈവരാജ്യം, അഥവാ സ്വർഗരാജ്യം ഭൂമിയിൽ വെളിപ്പെടേണ്ടത്. ഇതൊക്കെ പറഞ്ഞ് വീണ്ടും നിങ്ങൾക്ക് തലയ്ക്ക് നിങ്ങൾക്ക് ചിന്തിക്കാനുള്ള ദൈവരാജ്യം, സ്വർഗരാജ്യം, പുത്രന്റെ രാജ്യം, പിതാവിന്റെ രാജ്യം എന്നെല്ലാം പറയുന്നത് ഒന്ന് തന്നെയാണ്. തർക്കിക്കാനും സംസാരിക്കാനും കഴിവുള്ള ഏതെങ്കിലും ഡിബേറ്റബിൾ സബ്ജക്റ്റാണ്. നിങ്ങൾക്ക് ആർജമുള്ളവർ ആർക്ക് വേണമെങ്കിലും വരാം. ഇത് 2 3 4 എന്ന് തെളിയിക്കാം. എന്നെ കേൾക്കുന്ന ഏതെങ്കിലും സഭാ നേതൃത്വത്തിലുള്ളവർ വാ, ചലഞ്ച് ചെയ്യുന്ന സഹോദര. പിതാവിന്റെ രാജ്യം, പുത്രന്റെ രാജ്യം, ദൈവരാജ്യം, സ്വർഗരാജ്യം ഇതെല്ലാം ഒന്നാണ് കർത്താവ് പഠിപ്പിച്ചത്. കർത്താവ് ദൈവരാജ്യം വിട്ട് ഒറ്റ ഒരു കാര്യം പഠിപ്പിച്ചില്ല ആരെയും. പക്ഷെ നമ്മുടെ ആളുകൾക്കൊന്നും ദൈവരാജ്യം ഭൂമിയിൽ പാവിൽ എന്നോ വരുന്ന ഒരു കാര്യമാണെന്നാണ് പറയുന്നത്. സത്യമായിട്ട് യെരൂശലേം ദേവാലയത്തിൽ ചാട്ടവാർ എടുത്തതുപോലെ എന്റെ കർത്താവ് ഉണ്ടായിരുന്നത് ഇന്ന് ഒന്നും പറയുന്നില്ല, ഞാൻ പറയുന്നില്ല. മത്തായി 5:18 സകലതും നിവൃത്തിയായി. കർത്താവ് ക്രൂശിൽ കിടന്ന് പറഞ്ഞു. മത്തായി 19:30 പറയുന്നുണ്ട്, യോഹന്നാൻ 19:30 സകലതും നിവൃത്തിയായി. അപ്പൊ എന്തിനാണ് കർത്താവ് വന്നത്? സകലതും നിവൃത്തിയാകുമ്പോഴും ന്യായപ്രമാണത്തിൽ നിന്നൊരു പുള്ളിയെങ്കിലും ഒഴിഞ്ഞു പോകുകയില്ല. 5:18 ഞാൻ വായിച്ചപ്പോ എന്താ പറഞ്ഞത്? സകലതും നിവൃത്തിയാകുവോളം. യേശു കർത്താവ് പറഞ്ഞില്ലേ സകലതും നിവൃത്തിയായെന്ന്? ലൂക്കോസ് 24:44-45 വാക്യങ്ങളിൽ എടുത്ത് വായിച്ചത് സകലതും നിവൃത്തിയായെന്ന് അവിടെ എഴുതിയിട്ടുണ്ട്. നമ്മുടെ അച്ചാച്ചന്മാർ പറയാം നിവൃത്തിയായിട്ടില്ല, ഇനിയും കർത്താവ് വന്ന് നിവൃത്തിയാക്കാനുണ്ട്. യേശു കർത്താവ് യോഹന്നാൻ 19:30 ലൂക്കോസ് 24:44-45 വാക്യങ്ങളിൽ കൃത്യമായിട്ട് സകലതും നിവൃത്തിയായെന്നാണ് എഴുതിയിരിക്കുന്നത്. നിങ്ങൾ എന്ത് വേണം, എവിടെ കൊണ്ടാണ് ബൈബിൾ വായിക്കുന്നത്? നിങ്ങൾ എങ്ങനെയാണ് ബൈബിൾ പഠിക്കുന്നത്? യേശു കർത്താവ് പറഞ്ഞത് എന്താണ്? മത്തായി 5:18 സകലതും നിവൃത്തിയാകുവോളം ന്യായപ്രമാണത്തിൽ നിന്ന് ഒരു പുള്ളിയെങ്കിലും മാറിപ്പോകുകയില്ല. യേശു കർത്താവ് വന്നിട്ട് തന്റെ ശുശ്രൂഷ തികച്ചിട്ട് ക്രൂശിൽ കിടന്ന് പറഞ്ഞു സകലതും നിവൃത്തിയായി. അത് ലൂക്കോസ് അതിനെപ്പറ്റി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ലൂക്കോസ് 24:44-45 വാക്യങ്ങളിൽ. യോഹന്നാൻ അപ്പോസ്തലൻ രേഖപ്പെടുത്തിയിട്ടുണ്ട്. യോഹന്നാൻ 19:30 സകലതും നിവൃത്തിയായെന്ന്. ഇവിടുത്തെ അച്ചാച്ചന്മാരും ഭാഷന്മാരും സഭാ സമൂഹം വായിക്കുമ്പോൾ അതൊന്നും നിവൃത്തിയായതായിട്ട് അവർ കാണുന്നില്ല. അപ്പൊ എന്റെ കുഴപ്പമല്ല, നിങ്ങളുടെ ചിന്തയ്ക്ക് പറ്റിയ, നിങ്ങളുടെ അണ്ടർസ്റ്റാൻഡിങ്ങിന് പറ്റിയ കുഴപ്പമാണ്. ആകാശം ഭൂമി എന്ന് പറഞ്ഞിരിക്കുന്ന പദങ്ങൾ എന്ന് പറയുന്നത് നാം ഇന്ന് കാണുന്നത് പോലെ അല്ലെങ്കിൽ നാം ഇന്ന് അധിവസിക്കുന്ന ഭൂമിയെ കുറിച്ചല്ല. ദൈവം അതിനെ ഉദ്ദേശിച്ച ഉൽപ്പത്തി 1:1 പറഞ്ഞിരിക്കുന്ന ആകാശം ഭൂമി എന്ന് പറഞ്ഞാൽ അക്ഷരികമായി നാം ഇന്ന് അധിവസിക്കുന്ന ഭൂമിയെ കുറിച്ച് തന്നെയാണ്. അതിന്റെ 1:15-16 പറയുന്നത് ആകാശത്തിൽ വാഴുവ സൂര്യനെയും ചന്ദ്രനെയും എന്നൊക്കെ പറഞ്ഞിരിക്കുന്നത് ഇന്ന് നമ്മൾ കാണുന്ന സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളിൽ തന്നെയാണ്. ഇതിനെങ്ങും ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല. പക്ഷേ മാറ്റം സംഭവിക്കുന്നത് നമ്മുടെ എല്ലാം മനസ്സിലാണ്. നിങ്ങൾക്ക് ഇത് മനസ്സിലാക്കാൻ ഇന്ന് കേട്ട ഉടനെ, ആകാശം എന്ന് കേട്ട ഉടനെ ബൈബിളിൽ ആകാശം ഭൂമി ഒഴിഞ്ഞു പോകും വരെ സകലതും നിവൃത്തിയാകുവോളം ന്യായപ്രമാണത്തിൽ നിന്ന് ഒരു പുള്ളിയെങ്കിലും നീ സകലതും നിവൃത്തിയായെന്ന് കർത്താവല്ലേ പറഞ്ഞത്? സകലതും നിവൃത്തിയായെന്ന് കർത്താവല്ലേ പറഞ്ഞത്? അപ്പം ഇത് നിങ്ങൾ മനസ്സിലാക്കുക പ്രിയപ്പെട്ട സഹോദര. ഈ സൂര്യൻ ചന്ദ്രൻ നക്ഷത്രങ്ങൾ എന്ന് പറയുന്ന പദം അനേക പ്രാവശ്യം ബൈബിളിനകത്ത് ഉപയോഗിച്ചിട്ടുണ്ട്.
സൂര്യനും ചന്ദ്രനും 11 നക്ഷത്രങ്ങളും യോസഫിനെ വന്ന് വണങ്ങുന്നതായിട്ട് നമ്മൾ ഉൽപ്പത്തി പുസ്തകത്തിൽ വായിച്ചിട്ടുണ്ട്. ഈ നമ്മൾ ഇന്ന് കാണുന്ന ആകാശത്തെയും ഉള്ള സൂര്യനും ചന്ദ്രനും 11 നക്ഷത്രങ്ങളുമാണോ യോസഫിനെ വന്ന് വണങ്ങിയത്? അപ്പം വിശുദ്ധ ബൈബിളിൽ ഉപയോഗിച്ചിരിക്കുന്ന സൂര്യൻ, ചന്ദ്രൻ, നക്ഷത്രങ്ങൾ എന്നീ പദങ്ങളെ സംബന്ധിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് നാം ഇന്ന് അതാണെന്ന് നമ്മൾ സംസാരിച്ചത്. എന്തിനെ കുറിച്ചാണ്? സമൂഹത്തെയും ആധിപത്യത്തെയും കുറിച്ച് സംസാരിക്കുന്നതിനോടൊപ്പം സമൂഹത്തിന് നേതൃത്വം നൽകുന്നവരെയും ആധിപത്യത്തിന് കീഴിലുള്ള ഭരണാധികാരികളെയും സൂര്യനും ചന്ദ്രങ്ങളും നക്ഷത്രങ്ങളുമായിട്ട് വിശുദ്ധ ബൈബിളിൽ പ്രതിപാദിക്കുന്നുണ്ട്. ഇത് നമുക്ക് വ്യക്തമായി കാണുവാൻ കഴിയും. ഞാൻ വായിച്ചു, മത്തായി 5:18 പറഞ്ഞിരിക്കുന്നതിനെ പറ്റി ഞാൻ പറഞ്ഞു. അപ്പം മത്തായി 5:18 എന്താണ് പറഞ്ഞിരിക്കുന്നത്? സത്യമായിട്ട് ഞാൻ നിങ്ങളോട് പറയുന്നു, ആകാശം ഭൂമി ഒഴിഞ്ഞു പോകും വരെ സകലത് നിവൃത്തിയാകുവോളം ന്യായപ്രമാണത്തിൽ ഒരു വള്ളിയെങ്കിലും പുള്ളിയെങ്കിലും ഒഴിഞ്ഞു പോകുകയില്ല. ന്യായപ്രമാണം ഒഴിഞ്ഞു പോകണമെങ്കിൽ ആകാശവും ഭൂമി ഒഴിഞ്ഞു പോകണം. അപ്പോൾ നമ്മുടെ ആളുകൾ പഠിപ്പിക്കുന്ന ഈ ദൃശ്യമായ ആകാശം ഭൂമി ഒഴിഞ്ഞു പോയെങ്കിൽ മാത്രമേ ന്യായപ്രമാണത്തിന് മാറ്റം വരൂ. അതുകൊണ്ട് ന്യായപ്രമാണം ഇന്ന് ക്ലബ് ഹൗസിൽ നടന്ന ചർച്ചയിലും പ്രിയപ്പെട്ട കത്തോലിക്കയിലെ കുറച്ച് സഹോദരങ്ങൾ അങ്ങനെയാ പറഞ്ഞത്. അപ്പം സകലത് നിവൃത്തിയാകണമെന്ന് ആണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. എങ്കിൽ മാത്രമേ ന്യായപ്രമാണം ഒഴിഞ്ഞു പോകുകയുള്ളൂ. നമ്മുടെ കർത്താവ് വന്നതിന്റെ ലക്ഷ്യം തന്നെ മത്തായി 5:17 പറയുന്നത് എങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്? ഞാൻ ന്യായപ്രമാണത്തെയോ പ്രവാചകന്മാരോട് നീക്കേണ്ടതിന് വന്നു എന്ന് നിങ്ങൾ നിരൂപിക്കരുത്. നീക്കേണ്ടതിനല്ല, നിവർത്തിക്കേണ്ടതിന്. യേശു കർത്താവ് പറഞ്ഞ സകല കാരണം മത്തായി റോമർ 10:4 പറയുന്നുണ്ട്, വിശ്വസിക്കുന്ന ഏവർക്കും നീതി ലഭിപ്പാൻ യേശുക്രിസ്തു ന്യായപ്രമാണത്തിന്റെ അവസാനമാകുന്നു. ഞാൻ നീട്ടിക്കൊണ്ടു പോകുന്നില്ല. കഴിഞ്ഞ ദിവസങ്ങൾ 1 മണിക്കൂറോളമായി ഞാൻ നീട്ടുന്നില്ല. നിങ്ങൾക്കിപ്പോൾ ആകാശം ഭൂമി എന്താണെന്ന് കാര്യം മനസ്സിലായി കാണും. വേണമെങ്കിൽ ഞാൻ വീണ്ടും വീണ്ടും ഈ കാര്യത്തെക്കുറിച്ച് സംസാരിക്കാൻ തയ്യാറാണ്. ആകാശം ഭൂമി എന്ന് പറഞ്ഞാൽ ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ കാര്യത്തെക്കുറിച്ച് പറഞ്ഞത് സങ്കീർത്തനം 78:69 പറയുന്നുണ്ട്, അവൻ സദാകാലത്തെയും സ്ഥാപിച്ചിരിക്കുന്ന ഭൂമിയെപ്പോലെയും സ്വർഗോന്നതികളെ പോലെയും അവൻ തന്റെ വിശുദ്ധ മന്ദിരത്തെ പണിതു എന്ന് സങ്കീർത്തനം 72:69 പറയുന്നുണ്ട്. അവിടെ ഈ ആകാശത്തെയും ഭൂമിയെയും ദേവാലയത്തോട് ഭൂമിച്ചിട്ടുള്ള സങ്കീർത്തനക്കാരൻ പോലും എഴുതി വെച്ചിട്ടുണ്ട്. അപ്പം നമ്മുടെ അച്ഛന്മാർക്ക് ഈ കാര്യങ്ങളെ മനസ്സിലാകത്തില്ല. അപ്പം യേശു കർത്താവ് തന്നെ പറയുന്നുണ്ട്, അത് കർത്താവ് എത്രയോ പ്രാവശ്യം പറയുന്നുണ്ട്. ഞാൻ പറയാം, ആകാശം ഭൂമി ഒഴിഞ്ഞു പോകും വരെ എന്റെ വചനങ്ങളോ ഒഴിഞ്ഞു പോകുകയില്ല. കൂടാതെ ന്യായപ്രമാണത്തിന് കീഴിൽ യെരുശലേമിൽ ഉണ്ടായിരുന്ന ആലയം ഇടിഞ്ഞു പോകണമെങ്കിൽ കല്ല് കല്ലിന്മേൽ സൃഷ്ടിക്കാത്ത കാലം വരുമെന്നൊക്കെ കർത്താവ് എത്രയോ പ്രാവശ്യം പറഞ്ഞു. അപ്പം മത്തായി 24:1-2 വാക്യങ്ങൾ അത് പറഞ്ഞിട്ടുണ്ട്. യേശു ദേവാലയം വിട്ടു പോകുമ്പോൾ എത്ര മനോഹരമായ കല്ലുകളാൽ പണിയപ്പെട്ടതാണെന്ന് ശിഷ്യന്മാർ പറയുന്നുണ്ട്. ഇപ്പൊ യേശു കർത്താവ് എന്താ മറുപടി? ഇത് കല്ല് കല്ലിന്മേൽ സൃഷ്ടിക്കാത്ത കാലം വരും. ഈ കല്ല് കല്ലിന്മേൽ സൃഷ്ടിക്കാത്ത കാലം എപ്പോഴാ വന്ന്? അന്നാണ് ഈ ന്യായപ്രമാണം ഭൂമിയിൽ നിന്ന് നീങ്ങിപ്പോയത്. കാരണം ഇന്ന് ദേവാലയം ഇല്ല. യഹൂദന്മാരാരും പോയി അവിടെ മൃഗബലി നടത്തുന്നില്ല. യെരുശലേമിൽ ദേവാലയം ഇല്ല. അവർക്കൊരു സിനഗോഗുകൾ അവിടെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ ദൈവം വസിക്കുന്ന ഇടം എന്ന് പറയുന്നത് യെരുശലേം ദേവാലയമായിരുന്നു. ഷെക്കാന ഗ്ലോറി അടങ്ങുന്നത്. അപ്പൊ ഇത് എന്ന് സംഭവിച്ചു? AD 70 സെപ്റ്റംബർ മാസം 7-ാം തീയതി അവന്റെ ദേവാലയത്തിന്റെ അടിസ്ഥാന കല്ല് ഇളകിപ്പോയി. ഇനി ഇതൊന്നും നടക്കാനുള്ള കാര്യമല്ല. നിങ്ങൾ സന്തോഷിക്ക്. അതിന് ഈ ദേവാലയവും അതിന്റെ ദൃശ്യപ്രതീകമായിരുന്ന ന്യായപ്രമാണത്തിന്റെ ദൃശ്യപ്രതീകമായിരുന്ന ദേവാലയം നശിക്കുന്നതാണ് ഈ ആകാശം ഭൂമി ഒഴിഞ്ഞു പോകും വരെ ന്യായപ്രമാണത്തിൽ നിന്നൊരു വള്ളിയെങ്കിലും പുള്ളിയെങ്കിലും. ഇന്ന് ന്യായപ്രമാണം ഭൂമിയിലില്ല. ന്യായപ്രമാണം പോലും ആർക്കാണ് കൊടുത്തത്? ഈ പഴയ നിയമത്തിൽ ഇത് കുത്തിക്കെട്ടി വെച്ചേക്കുന്ന ന്യായപ്രമാണം നമുക്കല്ല സഹോദര തന്നത്. ഇത് പറയുമ്പോൾ നിങ്ങൾക്ക് എന്തിനാ ഈ കോപിക്കുന്നത്? ന്യായപ്രമാണം നമുക്ക് തന്നിട്ടില്ല. ന്യായപ്രമാണം കൊടുത്ത ജനഗതി എന്ന് പറഞ്ഞാൽ പഴയ ഉടമ്പടി കൊടുത്തിരുന്നത് ആർക്കായിരുന്നു? മോശ മുഖാന്തരം കൊടുത്തത് ഇസ്രായേൽ സമൂഹത്തോടായിരുന്നു. ആ സമൂഹത്തിന് ജീവിക്കാൻ പറ്റിയ ഒരു ന്യായപ്രമാണം, അല്ലെങ്കിൽ അവരുടെ നീണ്ട 1500 വർഷം അവർക്ക് കൊടുത്തതായിരുന്നു ഈ ന്യായപ്രമാണം. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഇന്ന് നാം അധിവസിക്കുന്ന ഈ ഭൂമിക്ക് ഒരു മാറ്റം ഉണ്ടാകത്തില്ല. ഈ ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു, പഴയത് കഴിഞ്ഞു പോയെന്ന് പറഞ്ഞാൽ ആ പുതിയ സൃഷ്ടിയാകുന്ന, അതായത് അന്ന് പറഞ്ഞിരിക്കുന്നത്, അന്ന് ഈ ബൈബിൾ എഴുതുന്ന കാലഘട്ടത്തിൽ പറഞ്ഞിരിക്കുന്നത് ഇസ്രായേൽ സമൂഹത്തെ യഹൂദ മതത്തിൽ നിന്ന് മാനസാന്തരപ്പെട്ട അല്ലെങ്കിൽ പുതിയ സൃഷ്ടിയായി മാറുന്ന കാര്യത്തെക്കുറിച്ചാണ്. അല്ല ഇന്ന് ഓർത്തഡോക്സിൽ നിന്ന് 2 പേരെ വിളിച്ചുകൊണ്ട് പോയി
പെന്തക്കോസ്തിൽ ചേർക്കുന്ന കാര്യമല്ല അത് പറഞ്ഞത്. അല്ലെ കത്തോലിക്കിൽ നിന്ന് 4 പേരെ വിളിച്ചുകൊണ്ട് പോയി പെന്തക്കോസ്തിൽ ചേർക്കുന്ന കാര്യമല്ല ഒരുവൻ ക്രിസ്തുവിലായാലും അവൻ പുതിയ സൃഷ്ടിയായെന്ന് പറയുന്നത്. അന്ന് യഹൂദ മതത്തിന് കീഴിൽ കടന്നിരുന്ന ജനഗതികളെ വിളിച്ചു കൊണ്ടുപോയി. അതുകൊണ്ടാണ് വീണ്ടും ജനനം എന്ന വാക്ക് പോലും അവർക്കാണ് ആപ്ലിക്കബിള്. ഇത് പറയുമ്പോഴൊക്കെ ദേഷ്യം വരും നിങ്ങൾക്ക്. വീണ്ടും ജനനം എന്ന് പറഞ്ഞാൽ പുനർജനനം എന്ന് പറഞ്ഞാൽ പുനർജനന കാലഘട്ടം എന്ന് പറഞ്ഞാൽ AD 30 മുതൽ 70 വരെയുള്ള കാലഘട്ടത്തിൽ യഹൂദ മതത്തിൽ നിന്ന് യേശു പഠിപ്പിച്ച ദൈവരാജ്യത്തിലേക്ക് ട്രാൻസ്ഫർ ആകുന്നതിനെയാണ് പുനർജനനം എന്ന് പറയുന്നത്. വീണ്ടും ജനിക്കുക എന്ന് പറഞ്ഞാൽ ഇതൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് അച്ഛാ നിങ്ങളെ വീണ്ടും ജനിച്ചോ എന്ന് പറഞ്ഞ് ചോദിക്കുമല്ലോ എല്ലാവരും ചെന്ന്. വീണ്ടും ജനിക്കുക എന്ന് പറഞ്ഞാൽ അത് വക്രതയും കോട്ടമുള്ള തലമുറ യഹൂദന്റെ ആ അന്തത്തിൽ അവർ ആരായിത്തീരുമെന്ന് 32:20 പറയുന്നുണ്ട് ആവർത്തനം. അന്ന് അവർ വക്രതയും കോട്ടമുള്ള തലമുറയായി മാറും. അവന്റെ അവസാന കാലഘട്ടത്തിൽ അവരാണ് വീണ്ടും ജനിച്ച് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെട്ട് യേശുക്രിസ്തുവിന്റെ സുവിശേഷത്തിലേക്ക് അല്ലെങ്കിൽ പുതിയ ഉടമ്പടിയിലേക്ക് വരേണ്ടത്. ഇതാണ് വീണ്ടും ജനനം പോലും. വീണ്ടും ജനനം ഒന്നും ഇന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്നത് കത്തോലിക്കെന്നോ ഓർത്തഡോക്സെന്നോ 2 പേരെ വിളിച്ചുകൊണ്ട് പോകുന്ന കാര്യമല്ല. ഇതൊക്കെ പറയുമ്പം നിങ്ങൾ വേണേ ദുരുപദേശം എന്ന് പറഞ്ഞ് മുദ്രകുത്തിക്കും, അതൊന്നും വിഷയമില്ല. അപ്പം ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആകാശം ഭൂമി എന്ന് പറയുന്ന ആ ഭൂമിക്ക് ഒരു നാളും ഒരു മാറ്റം ഉണ്ടാകത്തില്ല. മാറ്റം ഉണ്ടാകണമെങ്കിൽ BC 532 മാറ്റം 38, 39 കാലഘട്ടത്തിൽ, അതുപോലെ 26ഓളം പ്രാവശ്യം ബൈബിളിൽ പഴയ നിയമത്തിൽ യഹോവയുടെ കോപ ദിവസം ഉണ്ടാകും. ആ കോപ ദിവസത്തിലൊക്കെ ആകാശം ഒഴിഞ്ഞുപോയി, ഭൂമി എന്റെ സ്വസ്ഥാനത്ത് നിന്ന് നീങ്ങി മാറി, ഭൂമി കിടുകിട വിറയ്ക്കുന്ന മത്തനെ പോലെ ചാഞ്ചാടുന്നു എന്നൊക്കെ പറയുന്ന. അതുപോലെ തന്നെ എബ്രായ ലേഖനത്തിലുണ്ട്. എബ്രായ ലേഖനം 12-ാം അധ്യായത്തിൽ അതിനെപ്പറ്റി പറയുന്നത്. ഞാൻ വാക്യം ഒന്നുകൂടെ വായിച്ചിട്ട് ഞാൻ ഇന്നത്തെ ലൈവ് അവസാനിപ്പിക്കാം. ദൈവത്തിലെ ഇന്ന് നാം കാണുന്ന ആകാശത്തിന് ഭൂമിക്ക് ഒരു മാറ്റവും സംഭവിക്കുകയില്ല. അത് കൊടുമുഴക്കത്തോടെ ഒഴിഞ്ഞു പോകത്തുമില്ല. ഞാൻ മൂലപദാർത്ഥങ്ങൾ കത്തിയഴിയത്തുമില്ല. മൂലപദാർത്ഥങ്ങൾ എന്താണെന്ന് ഞാൻ കഴിഞ്ഞ ദിവസം ലൈവിൽ പറഞ്ഞു. അത് റുഡിമെന്റ് അഥവാ എലമെന്റ് എന്ന് പറയുന്നത് ന്യായപ്രമാണത്തിന്റെ ബാലപാഠങ്ങളാണ്. അത് കത്തിയഴിഞ്ഞു പോകേണ്ടത്. അതിന് സ്റ്റോച്ചിയോൺ എന്ന് പറയുന്ന ഗ്രീക്ക് വേർഡാണെന്നൊക്കെ ഞാൻ പറഞ്ഞു. ആ ലൈവ് നിങ്ങൾ കാണുക. അപ്പം 12-ാം അധ്യായത്തില് അവിടെ പറഞ്ഞിരിക്കുന്നത്, അവിടെ ആകയാൽ ഇളകാത്ത രാജ്യം പ്രാപിക്കുന്നതോടെ നാം നന്ദിയുള്ളവരായ ദൈവത്തിന് പ്രസാദം പെരുമാറും ഭക്തിയോടും ഭയത്തോടും കൂടെ സേവ ചെയ്യുക. അതിന്റെ മേളിലുണ്ട്. അപ്പം അതിന്റെ 26-ാം വാക്യം, അവന്റെ ശബ്ദം അന്ന് ഭൂമിയെ ഇളക്കി, ഇപ്പോഴോ ഞാൻ ഇനി ഒരിക്കൽ ഭൂമിയെ മാത്രം ആകാശത്തെ ഇളക്കും എന്ന് അവൻ വാഗ്ദത്തം. ഇനി ഒരിക്കൽ എന്നുള്ളത് ഇളക്കമില്ലാത്തത് നിലനിൽക്കുന്ന നിർമ്മിതമായ ഇളക്കമുള്ളതിനെ മാറ്റം വരും. കാരണം അന്ന് നിർമ്മിതമായ ഇളക്കമുള്ളതാണ്. കാരണം കല്ലിന്മേൽ സൃഷ്ടിക്കാതെ ഇളകി പോകുന്നതാണ് പഴയത്. കാരണം ഇളക്കമില്ലാത്ത രാജ്യം, കാരണം ദൈവരാജ്യം ഇളക്കമില്ലാത്ത, ഇനി ഒരിക്കൽ എന്നത് ഇളക്കമില്ലാതെ നിലനിൽക്കുന്നത്. കാരണം ദൈവരാജ്യം അവന്റെ രാജ്യത്തിന് അവസാനം ഉണ്ടാകുകയില്ലെന്ന് മറിയോട് ദൂതം എന്ന് പറയുമ്പോൾ തന്നെ പറയുന്നുണ്ട്. അവൻ യാക്കോബ് ഗ്രഹത്തിന് എന്നേക്കും രാജാവായിരിക്കും. അവന്റെ രാജ്യത്വത്തിന് അവസാനം ഉണ്ടാകുകയില്ല. ഇളകാത്ത രാജ്യം, അവന്റെ രാജ്യത്തിന് അവസാനം ഉണ്ടാകുകയില്ല. അതാണ് ആ ഇളക്കമുള്ളത് നീങ്ങിമാറും. ഏതാണ്? പഴയ യെരൂശലേം നീങ്ങിമാറും. ഇതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. 26 ഭൂമി ഇളക്കി മാറ്റും എന്നൊക്കെ പറഞ്ഞ ഈ അക്ഷരികമായ ഭൂമി എന്നല്ല. ഭൂമി ഇളക്കി തോണ്ടിക്കളയുന്ന കാര്യമൊന്നുമല്ല. അപ്പം ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഈ ലൈവ് നിങ്ങളുടെ ജീവിതത്തിൽ പ്രയോജനമായെങ്കിൽ ആകാശം, ഭൂമി, സൂര്യൻ, ചന്ദ്രൻ, നക്ഷത്രങ്ങളിൽ നിന്നുള്ള പദം ഇന്ന് നാം കാണുന്ന ഈ ഉൽപ്പത്തി 1-ലും 15-ലും 16-ലും കാണുന്ന അതേ ആകാശവും ഭൂമിയും സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും തന്നെയാണ്. എന്നാൽ ബൈബിളിൽ പല ഭാഗങ്ങളിലും പിന്നീട് ആകാശം, ഭൂമി, സൂര്യൻ, ചന്ദ്രൻ, നക്ഷത്രങ്ങളിൽ നിന്ന് ഉപയോഗിച്ചിരിക്കുന്നത് ആ രാജ്യങ്ങളുടെ ആധിപത്യത്തിന് കീഴിലുള്ള ഭരണാധികാരികളെയുമാണ് ആ പദങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് ഞാൻ പറയുന്നു. അത് ബൈബിളിനകത്ത് മത്തായി 24-ലും പത്രോസിന്റെ ലേഖനത്തിലും പിന്നീട് കാണുന്ന എല്ലാം ആകാശം, ഭൂമി എന്നൊക്കെ പറയുന്നതെല്ലാം ഈ യഹൂദ മതത്തിന്റെ ആധിപത്യത്തെയും അവരുടെ ആധിപത്യത്തെയും അതിന് കീഴിലുള്ള ഭരണാധികാരികളെയുമാണ് ആ വാക്കുകൾ കൊണ്ട് ഉപയോഗിച്ചിരിക്കുന്നത്. അല്ലാതെ അക്ഷരികമായി ദൈവം ആദ്യം സൃഷ്ടിച്ച ആകാശത്തെയും ഭൂമിയെയും കുറിച്ചല്ല എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ഇവിടെ അവസാനിപ്പിക്കുന്നു. പ്രിയപ്പെട്ട ജനങ്ങളെ, കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഞാൻ സംസാരിച്ച ആ ലൈവ് വീഡിയോകളിലെല്ലാം 10,000-2,000 പേരുകൾ, 1,200, 1,300
1600 പേരുകളൊക്കെ പോയി കണ്ടിട്ടുണ്ട്. പ്രിയപ്പെട്ട, വളരെ വിനയത്തോടെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ ശ്രദ്ധിച്ച് ദൈവവചനം പഠിക്കുക. നിങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് പഠിപ്പിക്കുന്നവരോ അവരെ പഠിപ്പിച്ചോട്ടെ. നിങ്ങൾക്ക് ദൈവം വരോബല വിശ്വാസികളെ പോലെ ഒന്ന് ശോധന ചെയ്ത് പഠിക്കാനുള്ള ഒരു അവസരം നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുക. ദൈവവചനം എന്തായാലും നമ്മൾ പുസ്തകം വർഷങ്ങൾ കൊണ്ട് ചുമന്നുകൊണ്ട് നടക്കുക. നമ്മുടെ തോളിൽ ചുമക്കുന്നവരുണ്ട്, കക്ഷത്തിൽ വെക്കുന്ന. പണ്ട് ആശാരി ഉപദേശിച്ച് പറഞ്ഞതുപോലെ, ഞാൻ ബൈബിളിൽ തോളിൽ ചുമന്നുകൊണ്ടാ പോകുന്നതെന്ന് പറയുന്നുണ്ട്. ഈ തോളിൽ ചുമന്നിട്ടോ കക്ഷത്ത് വെച്ചിട്ടോ വെച്ചിട്ട് കാര്യമില്ല. ഇത് നമ്മൾ വായിച്ച് മനസ്സിലാക്കാൻ അതിന് ദൈവകൃപ വേണം. അത് ദൈവത്തോട് അപേക്ഷിച്ചാൽ എല്ലാവർക്കും ദാനമായി നൽകുന്നത് ദൈവത്തിന്റെ കൃപ. അല്ലാതെ ഈ അന്ധമായി നമ്മളെ ബൈബിൾ പഠിപ്പിക്കുന്ന പ്ലാറ്റ്ഫോമിൽ നിന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ സഭകളിലെല്ലാം പ്ലാറ്റ്ഫോമിൽ നിന്ന് അവർ പറഞ്ഞു വിടും, നമുക്കത് തിരിച്ച് പ്രതിപാദിക്കാൻ പറ്റത്തില്ല. കാരണം ദൈവസഭയെ അലങ്കോലപ്പെടുത്താൻ പറ്റത്തില്ല. ഇത് നാളുകളായി നമ്മൾ കേട്ടുപഠിച്ച് നമ്മുടെ ബുദ്ധിയെ കെട്ടിവെച്ചിരിക്കുക. ഇന്ന് പകൽക്കാലം നിങ്ങൾ അവരോടൊന്ന് എതിർത്ത് നിൽക്കണമെന്ന് ഞാൻ പറയുന്നില്ല. അവരവരെ വഴി ചെയ്തോട്ടെ. നിങ്ങൾ വളരെ സമന്വയത്തോടെ ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ട് വായിച്ചിട്ട് മനസ്സിലാക്കുക. താവേ, പ്രാർത്ഥിക്കണം, ഈ കാണുന്ന ഭൂമിയെയും ആകാശത്തെയും അങ്ങ് നശിപ്പിക്കുമോ? യേശു കർത്താവ് ഗിരിപ്രഭാഷണത്തിൽ യഹൂദ സമൂഹത്തോട് പറഞ്ഞു, സൗമ്യതയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ഭൂമിയെ കൈവശമാക്കി അതിൽ എന്നേക്കും വസിക്കും. ഈ കർത്താവിന് മാറ്റമുണ്ടോ സഹോദരൻ? ശലോമോന് സഭാപ്രസംഗയുടെ പുസ്തകത്തിൽ എഴുതി വെച്ചിട്ട് 1:4 ഒരു തലമുറ പോകുന്നു, മറ്റൊരു തലമുറ വരുന്നു, ഭൂമിയോ എന്നേക്കും നിലനിൽക്കും. എന്നാൽ ശലോമോന് പറഞ്ഞപ്പോഴായിരുന്നു, കർത്താവിന്റെ കാലം കഴിഞ്ഞിട്ടേ കർത്താവ് ഇങ്ങോട്ട് രണ്ടാമത് ഇങ്ങോട്ട് വരുമ്പോഴേ ഭൂമിയെ ഞങ്ങളൊക്കെ ചുട്ടുകരിക്കും കേട്ടോ. അവിടെ എഴുതിയിട്ടുണ്ടോ? എന്റെ കർത്താവ് മത്തായിയുടെ സുവിശേഷത്തിൽ പറഞ്ഞിട്ടുണ്ടോ? സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തിന്റെ പുത്രന്മാരെന്ന് വിളിക്കപ്പെടുന്ന കർത്താവ് ഗിരിപ്രഭാഷ. ഇവരെല്ലാം ഈ കത്തിച്ച് കളയാൻ നിൽക്കുന്നവർ സമാധാനം ഉണ്ടാക്കുന്ന മനുഷ്യന് ഭയം ഉണ്ടാക്കുന്നവരാണ്. തികഞ്ഞ ഭയം തികഞ്ഞ സ്നേഹം ഭയത്തെ പുറത്താക്കുമെന്നാണ് പറയുന്നത്. ഇവർ നമുക്ക് ഭയം വാരി നമ്മുടെ തീ വാരി ഇടുകയല്ലേ. കാരണം യാക്കോബിന്റെ ലേഖനത്തിൽ പറയുന്നത്, ഈ ന്യായപ്രമാണം മുഴുവൻ 613 കൽപ്പനകളിലും പാലിച്ചിട്ട് ഒന്നിൽ തെറ്റിയ സകലത്തിനും തെറ്റിയെന്ന് തുല്യം. കാരണം ഭീതിയാ ജനത്തിന്. അയ്യോ, ഞാൻ എന്ത് തെറ്റി? എന്റെ നോട്ടത്തിൽ തെറ്റിയോ, വാക്ക് തെറ്റിയോ, പ്രവൃത്തി തെറ്റിയോ, എന്റെ ആകാരവടിവ് പറ്റിയോ? ഇതാണ് ക്രൈസ്തവരുടെ മേളിൽ ഭീതി ഇട്ട് വെച്ചിരിക്കുക. സംഗീതക്കാരൻ നിങ്ങൾ 34 സംഗീതം എടുത്ത് വായിച്ചു നോക്കി. ഞാൻ ഒന്ന് വായിക്കാം. ഞാൻ നിർത്തണമെന്ന് വിചാരിച്ചു. എന്നാലും നമ്മുടെയൊക്കെ അണ്ടർസ്റ്റാൻഡിങ് എന്തുവാന്ന് എനിക്കറിയാൻ വയ്യ. അവിടെ ഞാനൊരു വാക്യം കൂടെ വായിക്കാം. സംഗീതം 34 അടുത്ത് തന്നെ ആ കാര്യം. ജീവനെ ആഗ്രഹിക്കുകയും നന്മ കാണേണ്ടതിന് ദീർഘായുസ്സ് ഇച്ഛിക്കുകയും ചെയ്യുന്നവനാർ ദോഷം ചെയ്യാതെ തന്റെ നാവിനെയും വ്യാജം പറയാതെ തന്റെ അതിരത്തെയും കാത്തുകൊടുക്കുക. ദൈവവേദന, നിങ്ങൾ വ്യാജത്തിന് ചെവി കൊടുക്കരുത്. ഇന്ന് നമ്മളെ പഠിപ്പിക്കുന്നതെല്ലാം വ്യാജത്തിന്റെ ആത്മാവുള്ളവരാണ്. ദൈവം അങ്ങനെയൊന്നും ആഗ്രഹിക്കുന്നില്ല നമ്മളെ കുറിച്ച്. ഞാൻ ഒരു വാക്ക് 36 അതാണ് ഇവിടെ ഒരു വാക്യം കൂടെ വായിക്കാം. 37 അവിടെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, എന്നാൽ സൗമ്യതയുള്ളവർ ഭൂമിയെ കൈവശമാക്കും, സമാധാന സമൃദ്ധിയിൽ അവർ ആനന്ദിക്കും. അപ്പം ദാവീദിന് ഈ 37 സംഗീതം എഴുതിയപ്പോൾ ദാവീദിന് ഞാൻ സേവിക്കുന്ന ഞങ്ങളുടെ യഹോവയുടെ പുത്രൻ ഈ ഭൂമിയിലേക്ക് വന്നിട്ട് കുറെ നാൾ കഴിയുമ്പോൾ ഭർത്താവിന്റെ 2ാം വരവില് ഈ ഭൂമിയെല്ലാം നശിപ്പിക്കുമെന്ന് അവൾ എഴുതി വെച്ചപ്പോഴായിരുന്നു. എഴുതിയില്ലല്ലോ. യഹോവയെ പ്രത്യാശിക്കുന്നവരെ ഭൂമിയെ കൈവശമാക്കും. അപ്പൊ ഭൂമി മനുഷ്യന് കൊടുത്തിരിക്കുക. ഈ മനോഹരമായ പ്ലാനറ്റ് മനുഷ്യവർഗത്തിന് കൊടുത്തിരിക്കുക. അത് സന്താനപുഷ്ടിയുള്ളവരായി പെരുകി അതിന്മേൽ വാഴുവിൻ. കാരണം കൃപയുടെ നീതിദാനത്തിന്റെ സമൃദ്ധി ലഭിച്ചവർ യേശു ക്രിസ്തു എന്ന ഏക നിമിത്തം ഏറ്റവും അധികം ജീവനിൽ വാഴും. ആ 2ാം ആദാമായ ഒടുക്കത്തെ ആദാം വന്ന് നമുക്ക് ചെയ്തു തന്ന പ്രിവിലേജാണ് ഭൂമിയിൽ വാഴുക എന്നുള്ളത്. അതിന് പകരം ഇവിടെ ഭൂമിക്ക് തീ കഥാവ് പറഞ്ഞു, ഞാൻ ഭൂമിയിൽ തീയിടുവാൻ വന്നിരിക്കുന്നു, ഇപ്പോഴേ കത്തിയിരുന്നവർക്ക് കൊള്ളാമായിരുന്നു എന്ന് പറയുന്നൊരു വചനമുണ്ട്. അത് വന്നിരിക്കുന്നത് എന്താണ് അവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് മനസ്സിലായത് നിങ്ങൾക്ക്? ഭൂമിയിൽ എന്തിനാ തീയിടാൻ വന്നിരിക്കുന്നത്? യെരുശലേമിൽ വരാൻ പോകുന്ന അവരുടെ ന്യായവിധിയെ കുറിച്ചാണ് അവിടെ ഭൂമിയിൽ തീയിടുവാൻ വന്നിരിക്കുന്നു എന്ന് പറയുന്നത്. കാരണം വന്നത് അവിടെ പറഞ്ഞിരിക്കുന്ന കർത്താവ് അതാണ് ഉദ്ദേശിച്ചത്. അല്ല, ഈ എബ്രായ ലേഖനം 12-ാം അധ്യായത്തിൽ ഞാൻ ദൈവം ദഹിപ്പിക്കുന്ന അഗ്നിയല്ലോ. ആ മേളിൽ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഏത് സമയത്താണ്?
ദേവാലയം നശിപ്പിക്കുമ്പോൾ യഹൂദന്റെ മേൽ വരുന്ന ന്യായവിധിയെക്കുറിച്ചാണ് ദൈവം അല്ലാതെ ദൈവം സർവ കൃപാലുവായ ദൈവം, സ്നേഹനിധിയായ ദൈവം നിങ്ങളെ ദയിപ്പിച്ച് കൊന്നുകളയുന്ന ദൈവമാണോ? ദൈവം സ്നേഹമാണെന്നാണ് നമ്മൾ സൺഡേ സ്കൂളിൽ പഠിച്ചത്. ആ ദൈവം എല്ലാവരെയും കൊന്നുകളയുമെന്നോ? ദൈവം ആരെ ഇന്ന് വരെ ഒരു മനുഷ്യരെയും കൊല്ലുന്ന ദൈവമല്ല, തിന്നുന്ന ദൈവമല്ല. ദൈവം സ്നേഹമാണ്. പക്ഷെ നമ്മുടെ മനോഭാവത്തിൽ കയറിയിരിക്കുന്ന ദൈവം യേശു ഈ പഴയ നിയമത്തിലെല്ലാം പറഞ്ഞിരിക്കുന്ന ന്യായവിധി അല്ലെങ്കിൽ ദൈവത്തിന്റെ കോപം എന്ന് പറഞ്ഞത് രാജ്യങ്ങൾ വന്ന് യെരുശലേമിന്റെ നേരെ ആക്രമണം നടത്തുമ്പോഴോ അല്ലെങ്കിൽ വരുമ്പോൾ അവിടെ എല്ലാം എഴുതിയിരിക്കുന്നത് ദൈവത്തിന്റെ കോപ ദിവസം എന്നാണ് എഴുതിയിരിക്കുന്നത്. ഏദോമിന്റെ മേൽ നാശം നടത്തിയപ്പോൾ ദൈവത്തിന്റെ കോപ ദിവസം എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പൊ ഇത് മനസ്സിലാക്കുക. അവിടെ ദൈവമൊന്നും അല്ല വന്ന്, യഹോവ അവിടെ വന്ന് ആരെയും കൊന്നിട്ടുമില്ല, തിന്നിട്ടുമില്ല. അവിടെ വന്നത് ഏദോമിന്റെ മേൽ നാശം നടത്തുന്ന ബാബേൽ രാജാക്കന്മാരായിരുന്നു. അത് കഴിഞ്ഞിട്ട് പകുതിക്ക് അവരിട്ടിട്ട് പോയി. പിന്നെ ദബാറ്റിൻ എന്ന് പറഞ്ഞ അയൽ രാജ്യം വന്ന് അവരെ നശിപ്പിച്ചതായിട്ട് ബൈബിളിന്റെ ചരിത്രത്തിലുണ്ട്, ബൈബിളിലുണ്ട്. ഏദോമിൽ എന്ന് പറഞ്ഞ യേശാവിന്റെ സന്തതി, യേശാവിന്റെ മറുപേരാണ് ഏദോമിർ അഥവാ അവര് ബൊസ്ര, അവരുടെ പട്ടണമായിരുന്നു ബൊസ്ര, സെയീർ അല്ലെങ്കിൽ ഇന്നത്തെ പെട്ര എന്നൊക്കെ വിളിക്കുന്നത്. യേശാവ് 34-ലും 63-ലും അതിനെപ്പറ്റി പ്രതിപാദിക്കുന്നുണ്ട്. ദൈവം നിങ്ങളെല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ ആകാശത്തും ഭൂമിയൊന്നും ഒരിക്കലും ഒഴിഞ്ഞു പോകത്തില്ല. നിങ്ങൾ ആരും സ്വപ്നത്തിൽ പോലും കാണേണ്ട, ഒറ്റ ദൈവദാസന്മാരും അതിനെ ചിന്തിക്കുക പോലും വേണ്ട. ദൈവം ഒരു ആകാശത്തെയും ചുട്ടരിക്കത്തുമില്ല എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എളിയവന്റെ വാക്ക് നിർത്തുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു.